ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജിത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു അത്ഭുതകരമായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിന്റെ പേരിലും കോടിക്കണക്കിന് ജനങ്ങളെയാണ് ഇൻസ്പയർ ആക്കിയത്. ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഇദ്ദേഹത്തിന്റെ വിജയവും അദ്ദേഹത്തിന് തന്നെ ഒരു പ്രചോദനമാണ്. ഇദ്ദേഹം ഒരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഒരു ഡയറക്ടറുമാണ്. പ്ലീസ് വെൽക്കം അനുപം ഖേർ. ഓം നമഃ ശിവായ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കുറ്റാരോപണങ്ങൾ കാണുമല്ലേ? താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജി പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തിയാണ്. ഒരു സ്കോളറാണ്. ഇന്ത്യൻ സംസ്കാരത്തിനു വേണ്ടി നിറയെ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം സച്ചിദാനന്ദ് ജോഷി. ഇന്നത്തെ വിചാരണ നിങ്ങൾക്ക് തുടങ്ങാം. എന്താണെന്നറിയില്ല, നിങ്ങളെ കണ്ടാൽ തന്നെ എനിക്ക് പേടി തോന്നുന്നു. കാരണം നിങ്ങളുടെ ചിരിയുടെ പുറകെ ഒരു കുസൃതി ഒളിഞ്ഞിരിപ്പില്ലേ? അത് കാണുമ്പോൾ നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ട്. ശരി, ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാം. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വപ്നങ്ങളെ വിൽക്കുന്ന വ്യക്തിയാണെന്നുള്ളതാണ്. അനുപം സാർ, താങ്കൾ എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങൾ കാണിക്കുന്നു. പക്ഷേ താങ്കളുടെ കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ താങ്കളൊരു ഫെയിലിയറായ കടയാണെന്ന് പറയാം. അതെ, താങ്കളുടെ ആ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആ, വിദ്യാഭ്യാസം ശരിക്കും വന്നില്ല, സ്പോർട്സിൽ ശരിക്കും തിളങ്ങാൻ പറ്റിയില്ല, മുഖമാണെങ്കിൽ ഹീറോയുടെ അല്ല. രജിത് സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ കോളേജ് വരെ 38% മേലെ ഞാൻ മാർക്ക് വാങ്ങിച്ചിട്ടേ ഇല്ല. ശരി, ഇന്ന് ഞാൻ നിങ്ങളുടെ വ്യൂവേഴ്സിനൊപ്പം ചേർന്ന് ഒരു ചെറിയ ഗെയിം കളിക്കാൻ പോവാം. ഇവിടെ ഇരിക്കുന്നതിൽ 60% മേലെ മാർക്ക് വാങ്ങിച്ചവരാരാണെന്ന് പറയൂ. ഓൾമോസ്റ്റ് 100. ശരി, 70% മേലെ? 80% എത്ര പേരാ? എന്നിട്ടും നിങ്ങൾ വ്യൂവേഴ്സ് ആയിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കാം. ഞാൻ പഠിത്തത്തിൽ വളരെ വീക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ റിപ്പോർട്ട് കാർഡ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്ന് സൈൻ വാങ്ങിച്ച്, നിങ്ങളും സൈൻ വാങ്ങാറില്ലേ? ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ ധൃതിയിലിരിക്കുമ്പോൾ പ്രോഗ്രസ് കാർഡ് കാണിച്ച് സൈൻ വാങ്ങിക്കും. ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ അന്ന് 9th സ്റ്റാൻഡേർഡിലാണ്. അന്ന് അദ്ദേഹം തിരക്കിട്ട് പുറപ്പെടുകയായിരുന്നു. അപ്പോൾ സ്റ്റോർ റൂമിന്റെ താക്കോല് മറന്നു വെച്ചു. അന്ന് റിപ്പോർട്ട് കാർഡ് നോക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു. അല്ല മോനെ, നിന്റെ ക്ലാസ്സിൽ നീ 59th ആണോ? ശരി, സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു 59 എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അദ്ദേഹം വഴക്ക് പറയും, എന്തെങ്കിലും പറയൂന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യമുണ്ട് മോനെ, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നവരെ നോക്കിയാൽ അത് കളിയിലായാലും പഠിത്തത്തിലായാലും താൻ ഫസ്റ്റ് വരണമെന്ന ടെൻഷൻ എപ്പോഴും കാണും. ഒരുപക്ഷെ അവർ സെക്കൻഡ് ആയിട്ട് വന്നാൽ ഫെയിൽ ആയിപ്പോയി എന്നവർക്ക് തോന്നും. പക്ഷെ 59ൽ വരുന്നവര് ഒരുപക്ഷെ അവർക്ക് 48-ലെത്താം, 36-ലെത്താം, 24-ലെത്താം. നീ ഒരു കാര്യം ചെയ്യുക, അടുത്ത പ്രാവശ്യം 48th റാങ്ക് വാങ്ങ്. പിന്നെ അദ്ദേഹം ഒരു അടിപൊളി വാക്ക് പറഞ്ഞു, ഓർമ്മ വെച്ചോ, ഫെയിലിയർ ഈസ് എൻ ഇവന്റ്, നോട്ട് എ പേഴ്സൺ. ഇവന്റ് ആണ് ഫെയിൽ ആവുക, മനുഷ്യൻ ഫെയിൽ ആവില്ല. എനിക്ക് കളിയൊന്നും വലുതായിട്ട് വർക്കൗട്ട് ആവില്ല. ഇൻഫാക്ട് ഒരു ദിവസം ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഓടി വരികയായിരുന്നു. അപ്പൊ എൻ്റെ PT ടീച്ചർ എന്നോട് പറഞ്ഞു, നീ അവിടെ നിന്നോ, നീ ഓടി വന്നാലും സെക്കൻഡ് ആയിട്ടേ വരുള്ളൂ. ഞാൻ പാവപ്പെട്ട കുടുംബത്തിലുള്ളവനാണ്. പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാം, ജീവിതം എന്തെങ്കിലും നന്നാവും എന്ന്. ഞങ്ങൾ ഒരു ചെറിയ റൂമിൽ 14 പേരുണ്ടായിരുന്നു. ഐ തിങ്ക് ഈ ബോക്സിൽ അവിടെ മുതൽ ഇതുവരെ ഒരു റൂമോ ഒരു വരാൻഡ, ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. അതിൽ 14 പേർ. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ അപ്പൂപ്പനോട് ചോദിച്ചു, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്ന്. അദ്ദേഹം നല്ലൊരു വാക്ക് പറഞ്ഞു,
ദേ നോക്കു മോനെ, ഒരാൾ പാവപ്പെട്ടവനാണെങ്കിൽ അവന് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം സന്തോഷമാണെന്ന്. അപ്പൊ എന്റെ മനസ്സിന്ന് ആ പേടി അങ്ങ് വിട്ടുമാറി. See, ഞങ്ങളുടെ നാട്ടിൽ 4 സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. അതിലൊന്ന് സായി സിനിമ, റീഗൽ സിനിമ, ഹോളി സിനിമ, പിന്നെ റെഡ് സിനിമ. സിംലയില്. അതെ, ഷിംലെ. ഈ ഷായ് തിയേറ്ററിൽ 4 പൈസക്ക് ടിക്കറ്റ് കിട്ടും. അതായിരുന്നു ഏറ്റവും കുറവ്. അവിടെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ അപ്പൊ എനിക്ക് തോന്നും, അതായത് ഈ ലോകം ഒരു മാന്ത്രിക ലോകമാണ്. അതാണ് എന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ സ്വപ്ന ലോകത്തേക്ക്. പക്ഷേ സ്വപ്നം കാണുന്നതിന്, അതായത് സിനിമകൾ കാണുന്നതിന് സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? താങ്കൾ ഏത് മുഖത്തോടു കൂടിയാണ് മുംബൈയിലേക്ക് പോയതെന്ന് ഞാൻ എല്ലാവരും കാണിക്കണ്ടേ? അത് നമുക്ക് നോക്കാം. ഇത് 1981 എടുത്ത ഫോട്ടോയാണ്. ഇപ്പൊ പറയും, അങ്ങനെ ഒരു മുഖത്തോടുകൂടി, അങ്ങനെ ഒരു ബോഡിയോടുകൂടി ആക്ടർ ആവാൻ വേണ്ടി പുറപ്പെട്ട് ഇറങ്ങിയതാ. ആ ഫോട്ടോയിൽ എന്നെ കാണാൻ കള്ളനെ പോലുണ്ട്. എന്തോ കട്ടിട്ട് രക്ഷപ്പെട്ട് ഓടുന്ന പോലെയുണ്ട്. എന്നെ കാണാൻ നന്നായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു മനുഷ്യൻ നന്നായിട്ടില്ലെന്ന് അവന് ഒരിക്കലും തോന്നില്ല. കാരണം ഒരു മാതാവ് പറയൂ, എന്റെ മോനെ പൊന്നെ ചക്കരയെന്ന്, നീ സുന്ദരനാണെന്ന്, അല്ലേ? സോ രണ്ടാമത്തെ കാര്യം, ഞാൻ ട്രെയിനായിട്ടാണ് ആക്ടറായത്. ഞാൻ 4 വർഷം ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിൽ എന്താ പറയാന്ന് വെച്ചാൽ, നിങ്ങളൊരു നല്ല ആക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. പിന്നെ ഒരു കാര്യം, അതായത് ഇത് ഡിഗ്നിഫൈഡ് ആയിട്ട് ബോൾഡ് ലുക്കായിട്ട് കാണുന്നു. ഇത് ബോൾഡ് ലുക്കല്ല, ഷേവ്ഡ് ലുക്കാണ്. പിന്നെ നമ്മുടെ മുടി കുറേശ്ശെയായിട്ട് കൊഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കല്ലേ സാർ, ആദ്യം ഈ ഭാഗത്ത് കൊഴിയും. ആ അവസ്ഥയിൽ ഞാൻ ഡ്രാമ സ്കൂളിൽ നിന്നും ഗോൾഡ് മെഡൽ നേടി. ഞാനിപ്പോൾ ഗോൾഡ് മെഡലിസ്റ്റാ. 3rd June 1981 ബോംബെയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് മെഡലുണ്ട്, എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ജോലി അന്വേഷിച്ച് പോകുന്നിടത്തുള്ളവർ എന്നോട് പറയും, നിങ്ങൾക്ക് മുടിയില്ലല്ലോ, പിന്നെ എങ്ങനെ ജോലി തരുമെന്ന്. നിങ്ങൾ ഗോൾഡ് മെഡലിസ്റ്റാണ്, NFDC എന്നാണ് വന്നിരിക്കുന്നത്. NTPC, NST എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷേ പ്രയാസം തോന്നും. ചിലർ പറയും നിങ്ങൾ റൈറ്റർ ആയിക്കോളൂ എന്ന്, നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് മുടിയില്ലല്ലോ എന്ന്. മുടിയായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഗോൾഡ് മെഡൽ കാണിച്ചപ്പോൾ അവർ മുടിയിലോട്ടാ നോക്കി. കറക്റ്റ്, സത്യം. മുടി വളർത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെയാണോ? ഞാനൊരു മൂലിക തൈരിൽ മുക്കി ഭൂമിയിൽ കുഴിച്ചിട്ടു. പിന്നെ മറ്റൊരു കാര്യം ട്രൈ ചെയ്തു. എന്നോട് ഒരാൾ പറഞ്ഞു, ഒട്ടകത്തിന്റെ സുസു എടുത്ത് നിങ്ങൾ തലയിൽ തേക്കൂന്ന്. അത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ ജുഹു ബീച്ചിലേക്ക് പോകും. എനിക്കറിയില്ലായിരുന്നു ഒട്ടകം മൂത്രം ഒഴിക്കാൻ 2-3 ദിവസം ആകും. ഇത് സത്യമാണ്, ഇതിൽ വെച്ചുകെട്ടൊന്നുമില്ല. ഞാൻ ഓരോ പ്രാവശ്യവും ഒട്ടകത്തിന്റെ പുറകെ പോകും, ഒരു പ്ലാസ്റ്റിക് കപ്പും പിടിച്ചോണ്ട്. അതുപോലെ ഒട്ടകം മൂത്രമൊഴിച്ചാൽ അത് അരുവി പോലെ ആയിരിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ ടിബറ്റിയൻ മരുന്ന് ഉപയോഗിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇത്രയൊക്കെ ചെയ്ത ശേഷവും എനിക്ക് മുടിയില്ല എന്ന കാരണം കൊണ്ട് ബഡ്സാറിൽ നിന്നും എനിക്ക് സാരാൻസ് കിട്ടി. അതായത് നടക്കാത്തത് ഒരു ദിവസം തീർച്ചയായിട്ടും നടക്കും. ഞാൻ കേട്ടിരുന്നു, താങ്കൾ ഓഡിഷന് പോകുന്ന സമയത്ത് താങ്കൾ തന്റെ ചിറ്റപ്പനെ പോലെ അഭിനയിച്ച് കാണിക്കും, പക്ഷെ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഫെയിലായ ഒരു വ്യക്തിയാണ്. എന്റെ ചെറിയച്ഛൻ ദ്വാരകനാഥ്, അദ്ദേഹം 8ാം ക്ലാസ്സിൽ 7 പ്രാവശ്യം തോറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ 9ാം ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പൽ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരുത്തി. അതെങ്ങനെയാന്ന് വെച്ചാൽ, ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ ഇദ്ദേഹത്തെ അങ്കിൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇൻഫാക്ട് ഈ കാര്യം DDL സിനിമയിൽ ഒരു സീനുണ്ട്. അതിൽ ഞാൻ ഷാരൂഖ് ഖാനോട് പറയും, ദേ നോക്കൂ, ഞങ്ങളെല്ലാം ഇന്ത്യയിൽ ഫെയിലായി, നീ ലണ്ടനിൽ ഫെയിലായി കാണിച്ചു എന്ന്. ഞാൻ ലണ്ടനിൽ സെറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ വെച്ചിരുന്നു. ഞാൻ ചോദിച്ചു, SG, എന്റെ യഥാർത്ഥ ബന്ധുക്കളുടെ ഫോട്ടോ ഇവിടെ വെക്കാവോ എന്ന്. കാരണം അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ ഒട്ടിച്ചു വെച്ച ഫോട്ടോ പോലെ ഉണ്ടെന്ന്. അതിന് അദ്ദേഹം ഒട്ടിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സീൻ സ്റ്റാർട്ടായതും ഇദ്ദേഹം ദ്വാരകാനാഥ് 8ൽ 7 പ്രാവശ്യം ഫെയിലായി എന്ന് പറഞ്ഞു. ഇദ്ദേഹം ബ്രിജ്നാഥ് 9ൽ 8 പ്രാവശ്യം ഫെയിലായി. പിന്നെ ഇദ്ദേഹം മോഹൻലാൽ, ഇദ്ദേഹവും പല പ്രാവശ്യം ഫെയിലായിട്ടുണ്ട്. ആ പടം റിലീസ് ടൈമിൽ എത്തുമ്പോൾ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ, ഞാൻ എന്റെ ബന്ധുക്കളെയൊക്കെ അപമാനിക്കുകയാണല്ലോ എന്ന്.
എന്താ ചെയ്യാ, ഞാൻ എല്ലാവർക്കും ഒരു കത്ത് എഴുതി, ചെറിയച്ഛ എന്നോട് ക്ഷമിക്കൂ എന്ന്. ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞു, സോറി സോറി സോറി, എന്നോട് ക്ഷമിക്കൂ. ആ പടം എപ്പോ റിലീസായി എന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് കത്ത് എഴുതി, താങ്ക് യു, നീ ഞങ്ങളെല്ലാം ഫേമസ് ആക്കി എന്നും പറഞ്ഞു. താങ്കൾ വിജയിച്ചതിന് ശേഷം, താങ്കൾ ഒരു സ്റ്റാർ ആയതിനു ശേഷം താങ്കളുടെ അച്ഛൻ താങ്കളുടെ സിനിമകളൊക്കെ കാണുമോ? അദ്ദേഹത്തിന് അത് ഇഷ്ടമാണോ? എന്റെ അച്ഛനായിരുന്നു എന്റെ ഏറ്റവും വലിയ ഫാൻ, വളരെ വലിയ ഫാൻ. എന്റെ അച്ഛൻ എന്റെ ഓടാത്ത പടങ്ങളെല്ലാം അനങ്ങാതെ ഇരുന്ന് കണ്ടിട്ട് ഈ പടങ്ങളൊക്കെ എത്ര നന്നായിട്ടുണ്ട്. ഫ്ലൈറ്റ് പോയില്ല, അദ്ദേഹത്തിന് ഫ്ലൈറ്റ് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹം ട്രെയിനിലാണ് യാത്ര ചെയ്യുക. ട്രെയിനിൽ പോകുമ്പോൾ അനുപം ഖേർ എന്റെ മകനാണെന്ന് അഭിമാനത്തോടെ അദ്ദേഹം പറയും. അതുകൊണ്ട് ട്രെയിനിൽ എന്തിനാ അച്ഛാ പോകുന്നത്? ജനങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ട്. അച്ഛൻ എനിക്ക് അർദ്ധരാത്രി 2:30 മണിക്കൊക്കെ വിളിക്കും. വീട്ടിലെല്ലാം എന്നെ ബിട്ടു എന്നാണ് വിളിക്കാറ്. ഹലോ ബിട്ടു, എന്റെ കൂടെ മൽഹോത്ര സാർ ഇരിക്കുന്നുണ്ട്, എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, നീ സംസാരിക്കേ. എന്ത് ഇപ്പൊ സംസാരിക്കണമെന്നോ? പറയൂ. ആരാ സംസാരിക്കുന്നത്? ഞാൻ അനുപം ഖേർ ആണ് സംസാരിക്കുന്നത്. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഡയലോഗ് പറ. രാത്രി 1:30 മണിക്ക്. राणा विश्व प्रताप सिंह, डॉक्टर डैंग क्रिएट्स वॉर। डॉक्टर डैंग को आज पहली बार किसी ने थप्पड़ मारा है। इस थप्पड़ की गूंज सुनी तूने? अब जब तक तुम जिंदा रहोगे इस गूंज की गूंज तुम्हें सुनाई देगी. ഓക്കെ, നിങ്ങൾ അനുപം സാർ തന്നെ, ഞാൻ കണ്ടുപിടിച്ചു, വെച്ചേക്കോ. എന്റെ അച്ഛന്റെ കയ്യിൽ ഒരു പഴയ പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി തുറന്നു നോക്കാൻ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല. അതായത് ഒരു ചെറിയ പെട്ടിയില്ലേ, പഴയ കാലത്തെ പെട്ടി. എന്റെ അമ്മ ചോദിക്കൂ, അല്ലല്ലല്ല, ഞാൻ ആരോടും പറയില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം 10th ഫെബ്രുവരി 2012 ആ പെട്ടി എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോ എന്റെ അമ്മ പറഞ്ഞു, എനിക്കതിൽ എന്താ ഉള്ളതെന്ന് കണ്ടേ മതിയാവൂ എന്ന്. അപ്പൊ ഞങ്ങൾ ആ പെട്ടി തുറന്നപ്പോൾ ആ പെട്ടിക്കുള്ളിൽ എന്റെ എല്ലാ പ്രസ് കട്ടിങ്സ്, പേപ്പറിൽ വന്നതും മാഗസീനിൽ വന്നതും, എന്റെ കാർഡ്, ഞാൻ വാങ്ങിച്ച ചെറിയ ട്രോഫി, അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം മോശമായ റിവ്യൂ പോലും അണ്ടർലൈൻ ചെയ്തു വെച്ചിരിക്കുന്നു, അനുപം ഖേർ. ആ പേരുള്ളതെല്ലാം അദ്ദേഹം അണ്ടർലൈൻ ചെയ്തു വെച്ചിരുന്നു. എന്റെ അച്ഛന് എന്നോടുണ്ടായിരുന്ന സ്നേഹം ഇതാണ്. ഞാൻ എന്താ പറയാ. അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നു? എന്റെ അച്ഛന് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഒരു വിചിത്ര രോഗം പിടിപെട്ടു. ഹി വാസ് സ്റ്റാർവ്ഡ് ടു ഡെത്ത്. വിശപ്പോടുകൂടി മരിച്ചു. അദ്ദേഹത്തിന് എങ്ങനെയുള്ള വികാരമാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, കഴിക്കുമ്പം അത് മണ്ണ് പോലെ അദ്ദേഹം ഫീൽ ചെയ്യും, കുടിക്കുന്ന വെള്ളം ആസിഡ് പോലെ തോന്നും. അങ്ങനെ സോ ഹി കുഡ് നോട്ട് ഈറ്റ്. അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയാൽ എടുത്ത് വലിച്ചെറിയും. വളരെ വീക്കായി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിക്കോളൂ എന്ന്. അദ്ദേഹത്തിന്റെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്ന്. അപ്പൊ ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയണമെന്നും തോന്നിയാൽ ഉടനെ വിളിക്കൂ എന്ന്. ഞാൻ ഡേവിഡ് ധവൻ സാറിന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി ഗോവയിലേക്ക് പോയിരുന്നു. അപ്പൊ ബ്രദർ വിളിച്ചു, എന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞ്. ഞാൻ ഉടനെ ഫ്ലൈറ്റിൽ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. അദ്ദേഹം കിടക്കായിരുന്നു, വളരെ വീക്കായിരുന്നു. ഇങ്ങനെ നെഞ്ചിൽ ഒരു കഷ്ണം കടലാസ് ഉണ്ടായിരുന്നു. ആ പേപ്പറിനൊപ്പം ഒരു പേനയും ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, വളരെ വീക്കായിരുന്നു. സോ അപ്പോൾ അദ്ദേഹം ആ പേപ്പറിൽ എന്തോ എഴുതാൻ തുടങ്ങി. എന്നെ ഒരു പ്രത്യേക സ്നേഹത്തോടുകൂടി നോക്കി. എന്നിട്ട് എന്തോ എഴുതാൻ തുടങ്ങി. 10-15 മിനിറ്റ് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം ആ പേപ്പർ എടുത്തോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എഴുതിയതിന് ഉത്തരം പറയൂ എന്ന പോലെ എന്നെ അദ്ദേഹം നോക്കി. ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അതിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. വെറും ലൈനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് ബലമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹം എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്താ ഉത്തരം പറയാ ഇപ്പോ? ഞാൻ വളരെ ജനറലായ ഒരു ഉത്തരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ അതെ, നീ പറയുന്നത് ശരിയാണ് മോനെ. പേടിക്കാൻ ഒന്നുമില്ല, എല്ലാം നന്നായി നടക്കും. അദ്ദേഹം ഒന്ന് പേടിച്ചു പോയി. അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ എൻ്റെ ചെവി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വായയുടെ അരികിൽ വെച്ചപ്പോൾ ഒരു മനുഷ്യൻ, അടുത്ത 20 മിനിറ്റിനുള്ളിൽ പോകുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവസാനത്തെ 2 വാക്ക് എൻ്റെ ചെവിയിൽ, ലിവ് ലൈഫ്, ലിവ് ലൈഫ്. ഇതാണ് ഒരു മനുഷ്യൻ അടുത്ത 20 മിനിറ്റ് കൊണ്ട് മരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അവസാന വാക്ക് തന്റെ മകനോട്, മോനെ ലിവ് ലൈഫ്. ഇതിനേക്കാൾ നല്ലൊരു പാഠം ആരെന്നെ പഠിപ്പിക്കും? ഇതിനേക്കാൾ വലുതായിട്ടൊരു മകൻ എന്ത് ചെയ്യാൻ സാധിക്കും?
സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ജീവിച്ച് കാണിക്കുന്നത്. താങ്കളുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്കളുടെ അച്ഛനെ കുറിച്ച് ഓർത്ത് താങ്കൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട്. അച്ഛൻ പോകുന്നതിന് മുമ്പ് എന്തൊരു പാഠമാണ് പഠിപ്പിച്ചു പോയിരിക്കുന്നത്. ഞാൻ കരയാൻ കാരണം അഫ്കോഴ്സ് അച്ഛൻ മരിച്ചു പോയിരുന്നാലും അമ്മ മരിച്ചാലും ആര് മരിച്ചാലും സങ്കടം തന്നെ. ബട്ട് ഹി വാസ് എൻ ഓർഡിനറി മാൻ. ഹി വാസ് നോട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ എക്സ്ട്രോർഡിനറി ആയിരുന്നു. അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു, യോഗ ടീച്ചറായിരുന്നു, മഹാഭാരതം, രാമായണം ഇതിലൊക്കെ എക്സ്പെർട്ടായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിരുന്നു. പക്ഷെ അദ്ദേഹം താങ്കൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ താങ്കൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിടത്തോളം താങ്കളെക്കാൾ നന്നായിട്ട് താങ്കളുടെ അമ്മ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതെ, ഒരു സ്റ്റാറാണ്. അവർ സ്റ്റാറാ, എന്നെക്കാളും വലിയ സ്റ്റാറാ. ഗുലാരി റോക്ക്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചോന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചപ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെ മാരേജ് അത് 59 വർഷം ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ച് 59 വർഷം ഒന്നിച്ച് ജീവിച്ചു. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാ, ഒരാൾക്ക് മറ്റൊരാൾ നഷ്ടമായ ഭാര്യയോ ഭർത്താവോ, അതൊന്ന് ഭർത്താവിനെയോ ഭാര്യയെയോ നഷ്ടമാകുന്നതല്ല, ഒരു ഫ്രണ്ടിനെയോ ഒരു പാർട്ട്ണറെയോ ഒരു അറ്റാച്ച്മെന്റാണ് നഷ്ടമാകുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഇതിനു ശേഷം എൻ്റെ അച്ഛനില്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെയാണ്, ഒരിക്കൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറഞ്ഞു. അതിനവർ പറഞ്ഞു, വായി തോന്നിയ പറയില്ല, ഒറ്റ അടി വെച്ചേരുമെന്ന്. ജനങ്ങൾക്കത് വളരെ ഇഷ്ടമായി. അനുപം കർണ അടിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. അത് പോപ്പുലർ ആകാൻ തുടങ്ങി. കാരണം ജനങ്ങൾ അതിൽ സ്വന്തം അമ്മയെയാണ് ആ വീഡിയോയിൽ കണ്ടത്. പക്ഷെ ഇപ്പോൾ അവർ പറയും, ഞാൻ അമ്പലത്തിലേക്ക് പോയാലോ പച്ചക്കറി മേടിക്കാൻ പോയാലോ മാസ്ക് ധരിച്ചിരുന്നാലും എന്നെ അവർ കണ്ടുപിടിക്കുന്നു. നീ എന്താ ചെയ്ത്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന്, എന്തോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അതുകൊണ്ട് 1%, 2% ജനങ്ങളിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതായത് അച്ഛനും അമ്മയും വീട്ടിലുള്ള ഒരു ഫേർണിച്ചർ പോലെയല്ല. ഇപ്പോ അമ്മയെ വെച്ചാണ് റീൽസ് ചെയ്യുന്നത്. അതെ, എല്ലാവരും ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും അമ്മയെ വെച്ചാ റീൽസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് സ്കൂളിൽ കൊടുക്കേണ്ട 5 പൈസ താങ്കൾ കൊടുക്കാതെ എടുത്തെന്ന്. അത് പിന്നെ നിങ്ങൾ ഇതൊക്കെ എവിടുന്ന് റിസർച്ച് ചെയ്തെടുക്ക? അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ? പറയൂ. അതായത് ഒരിക്കൽ എൻ്റെ സ്കൂളിൽ ഒരു മുതിർന്ന മനുഷ്യൻ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാവ്, പരിപ്പ്, അരി ഇങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ എനിക്ക് 5 പൈസ തന്നിരുന്നു. പിന്നെ ഞാൻ സ്കൂളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ആ മുതിർന്ന മനുഷ്യന് ഒന്നും നൽകിയിരുന്നില്ല. ടീച്ചറും ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ 5 പൈസ എന്തിനു കൊടുക്കണമെന്ന്. അതുകൊണ്ട് 5 പൈസ ഞാൻ തന്നെ കൈ പിടിച്ചു. 5 പൈസ എന്നും 2 പൈസക്ക് മിഠായി മേടിച്ചു. 3 പൈസയുടെ കോയിൻ ബാഗിൽ ഇട്ടു വെച്ചു. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ 3 പൈസ കോയിൻ ബാഗിലുള്ള കാര്യം ഞാൻ മറന്നു. ബ്രബ്ബർ അന്വേഷിക്കായിരുന്നു. അമ്മ അപ്പോൾ ബാഗ് എടുത്ത് കുടഞ്ഞപ്പോൾ 3 പൈസ കോയിൻ താഴെ വീണു. അമ്മ ചോദിച്ചു, ഇതെവിടുന്ന് വന്നു എന്ന്. ഞാനും ഇതെവിടുന്ന് വന്നു, ഇതെങ്ങനെ വന്നു? കള്ളം പറയല്ലേ, സത്യം പറ. ഞാൻ പിന്നെ പറഞ്ഞു, അതാ മുതിർന്ന മനുഷ്യന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ആരും ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് ഞാനും കൊടുത്തില്ല. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ഞങ്ങളുടെ വീട്ടിന്റെ കോമ്പൗണ്ടിന് പുറത്ത് ഒരു ചെടി ഉണ്ടായിരുന്നു. അത് ദേഹത്ത് തേച്ചാൽ പൊള്ളുന്ന എഫക്റ്റാ. അത് തേച്ചിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയച്ചു. ബട്ട് ദാറ്റ് വാസ് വൺ ലെസൺ. ആ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളം കുറച്ച് പറഞ്ഞു. കാരണം അമ്മയുടെ ട്രീറ്റ്മെന്റ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകും, മറക്കില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാണോ ഉള്ളത്, ഇതിനു മുൻപുള്ളതുപോലെ? ഇല്ല. ഇപ്പോഴൊക്കെ എനിക്ക് ദിവസം 8 മണിക്ക് ഫോൺ ചെയ്യും. നീ നന്നായിരിക്കുന്നു അല്ലേ? അതെ, നന്നായിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു കാണും. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു. നന്നായിരിക്കുന്നു എന്ന് എന്തെന്ന് പറയുന്നു? ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു എന്ന് പറ. ഇന്നും രാവിലെ 8 മണിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആപ്കി അദാലത്തിലേക്ക് പോകുന്നു. അവർക്ക് വളരെ സന്തോഷമായി. ഞാൻ വിജയം നോക്കി പോവാണ്, അതുകൊണ്ടാണ് അവർ വിളിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. സീരിയസ്ലി, നിങ്ങളുടെ ഷോ വിജയത്തിന്റെ അളവുകോലാണ്. ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഷോയിലേക്ക് വന്നു. ആ 15 വർഷം ഞാനൊന്നും ചെയ്തില്ലെന്നാണ് അവർ വിചാരിച്ചത്. നമ്മുടെ അച്ഛനും അമ്മയാണ് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുക. ഇപ്പോൾ താങ്കളുടെ അമ്മയെപ്പറ്റി പറഞ്ഞതുപോലെ സത്യത്തിൽ ഞാനും ഭാഗ്യശാലി തന്നെയാണ്. ഈ രാജ്യത്തുള്ള അമ്മമാരും മുത്തശ്ശിമാരും എല്ലാവരും ശരി, മുതിർന്നവരായ ആ ജനറേഷനിലുള്ള വ്യക്തികൾ അവരെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദാലത്ത് ഇത്രത്തോളം വലിയൊരു ഷോയായി മാറാൻ അവരാണ് പ്രധാന കാരണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. ഓഫ് കോഴ്സ്. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ?
സാർ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ സാറിന്റെ ബോഡി ബിൽഡിംഗ് വീഡിയോസ് വൈറലായി പോയിക്കൊണ്ടിരിക്കുക. 70 വയസ്സിൽ നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ ബോഡി ബിൽഡ് ആവുന്നുണ്ടോ അതോ വെറും വീഡിയോ ആണെന്ന്. അല്ലല്ല, എന്നെ കൊണ്ട് ഇപ്പൊ ഡ്രസ്സ് അഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എപ്പോഴും എന്റെ ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കും, മുടിയെ കുറിച്ച് സംസാരിക്കൂ, പഴയ ഫോട്ടോയെ കുറിച്ച് സംസാരിക്കും. ആരെങ്കിലും എന്റെ ബോഡിയെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതായത് ബോഡി ഓബ്വിയസ് ആയിട്ട് പറയണമെങ്കിൽ സൽമാൻ ഖാൻ സാറുണ്ട്, അക്ഷയ് കുമാറുണ്ട്. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊരു നല്ല ആക്ടറാണ്, നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നു, യോഗ ചെയ്യുന്നു. ആപ്കി അദാലത്തിലേക്ക് വന്നാൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെയാ ചെയ്യുന്നത്. പിന്നെ താങ്കൾക്ക് സ്വിമ്മിംഗ് പോലും അറിയില്ല. ലാസ്റ്റ് ഇയർ വിജയ് 69 എന്ന പേരുള്ള ഒരു പടം കിട്ടി. അതിൽ ഞാനൊരു ട്രയത്തലോൺ ആണ്. ട്രയത്തലോൺ എന്ന് പറഞ്ഞാൽ ചില കിലോമീറ്ററോളം നീന്തണം, സൈക്ലിംഗ് ചെയ്യണം, പിന്നെ ഓടും വേണം. എനിക്ക് നീന്താൻ അറിയില്ല, വെള്ളം കണ്ടാൽ തന്നെ പേടിയാ. അപ്പം എനിക്ക് തോന്നി എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു പടം എങ്ങനെ അഭിനയിക്കാൻ പറ്റും. പിന്നെ 68 വയസ്സിൽ ഞാൻ നീന്താൻ പഠിച്ചു. ആ പടത്തിൽ നീന്തുന്ന സീൻ എത്രയുണ്ടോ അതൊക്കെ ഞാനാ ചെയ്ത്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തു വേണമെങ്കിലും ചെയ്യാം. ഓഷോ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആചാര്യ രജനീഷ്. If you try, you risk failure. If you don't, you ensure it. അത് എപ്പോഴും ഓർമ്മിക്കണം. ഇപ്പോഴൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അവരുടെ ബോഡി നന്നായിരിക്കണം, അവർക്ക് ഹോഴ്സ് റൈഡിങ് അറിഞ്ഞിരിക്കണം, പിന്നെ അഭിനയിക്കാനും അറിയണം. അതിനുവേണ്ടിയാണ് അവർ വരുന്നത്. ഒരു ദിവസം ഞാൻ എസ് ചോപ്രയുടെ വീട്ടിലിരിക്കുമ്പോൾ മാനേജറും സെക്രട്ടറിയും വന്നു. ചെറുക്കൻ റെഡിയാണെന്ന് പറഞ്ഞു. എങ്ങനെ റെഡിയാണെന്ന് ചോദിച്ചപ്പോൾ സൈക്ലിംഗ് ചെയ്തു, ഹോഴ്സ് റൈഡിങ് ചെയ്തു, ബോക്സിംഗും പഠിച്ചു. അപ്പൊ ആക്ടിങ് അതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. താങ്കൾ ചെയ്ത നല്ല കാര്യങ്ങളിലൊന്ന് താങ്കൾ ധാരാളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും മൊബൈലിലോ ടിവിയിലോ അല്ലെങ്കിൽ ഐപോഡിലോ ആരെന്ത് കണ്ടാലും അതിൽ തീർച്ചയായും അനുപം കെയർ കാണും. ഏതെങ്കിലും ഒരു സിനിമ തീർച്ചയായിട്ടും ഉണ്ട്. അതെ, എന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ അമ്മ എന്റെ ജ്യേഷ്ഠത്തെ അമ്മയോട് ചാലഞ്ച് ചെയ്യും, ഇന്ന് പടം വരുമോ വരില്ലയോ. എപ്പോഴും എന്റെ അമ്മയാ ജയിക്കാറ്. ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ ഏകദേശം 540 പടങ്ങളിൽ അഭിനയിച്ചു. എന്റെ കയ്യിൽ നിന്ന് അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് ചിറ്റപ്പനായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, ആർക്കെങ്കിലും അമ്മാവനായിരിക്കും, പിന്നെ ആ ദില്ലില്ല ദിൽ, അത് എന്റെ ചെറിയച്ഛനാണ്. എന്റെ ചിറ്റപ്പൻ ഭയങ്കര പിശുക്കനാണ്. അതാ ദ്വാരകനാഥ് 7-8 പ്രാവശ്യം ഫെയിലായില്ലേ. എന്റെ ബന്ധുക്കളെ വെച്ചാണ് എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും കിട്ടിയത്. എന്റെ ചിറ്റപ്പനോട് ചോദിച്ചാൽ, ആരെങ്കിലും കാശ് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയും, ഇല്ല ചോദിക്കില്ല, എന്നോട് കാശ് ചോദിക്കില്ല, വേണ്ട. ഞാൻ അദ്ദേഹത്തെ പോലെ മീശ വെച്ചു. പിന്നെ വേറൊന്ന് മകന്റെ ക്യാരക്ടർ, അതും എന്റെ ചിറ്റപ്പനാണ്. അതായത് എന്തൊക്കെ അഭിനയിച്ചിരിക്കുന്നു. ചിറ്റപ്പൻ വളരെ ലേറ്റ് മാരേജ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതെ, സത്യം തന്നെയാ. എന്റെ ചെറിയച്ഛന് 45 വയസ്സാകുമ്പോൾ എന്റെ ചെറിയമ്മ സന്തോഷ്, അതായത് അവർക്ക് 20-22 വയസ്സേ പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്റെ ചെറിയച്ഛന്റെ ശീലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ദേഷ്യം വന്നാൽ അദ്ദേഹം കണ്ണടച്ചിരിക്കും. ചെറിയമ്മ ഭയങ്കര കുസൃതിയായിരുന്നു. അവർ അദ്ദേഹത്തിനൊപ്പം കളിക്കും, കുസൃതികളൊക്കെ കാണിക്കും. അദ്ദേഹം കാശ്മീരി ഭാഷയിൽ എന്തെങ്കിലും പറയുമ്പോൾ ഇത് മോസ്റ്റ് ഫണിയസ്റ്റ് സൈറ്റ് ഓഫ് മൈ ലൈഫ്. ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹം കാശ്മീരിയിൽ ചീത്ത പറയുമ്പോൾ കണ്ണടച്ചു വെക്കും. അപ്പൊ എന്റെ ചെറിയമ്മ അവിടുന്ന് ഇവിടേക്ക് വരും. എങ്ങനെയെന്ന് വെച്ചാ, എന്റെ എല്ലാ കോമിക്കൽ ക്യാരക്ടേഴ്സും ഒന്നുകിൽ അത് വന്ന് എന്റെ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. എൻ്റെ സ്കൂൾ ടീച്ചർ ഒരാൾ ക്ലാസ്സിലേക്ക് വന്നതും പറയും, ആർക്കൊക്കെ ഓർമ്മയുണ്ടോ അവരിരുന്നോളൂ, ആർക്കൊക്കെ ഓർമ്മയില്ല അവർ നിന്നോളൂ. ഓർമ്മയില്ലാതെ എണീറ്റ് നിന്നാൽ അവർക്ക് 4 അടി കിട്ടും. ഓർമ്മയില്ലാതെ ഇരുന്ന പോലെ അഭിനയിച്ചാൽ അവർക്ക് 8 അടി കിട്ടും. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എണീക്കും, 8 അടി ഞാൻ മാറി മേടിക്കും. ഞാൻ സ്കൂളിൽ എത്രമാത്രം അടി മേടിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ സർക്കാരിന് അറിഞ്ഞാൽ അവരെന്നെ ത്യാഗിന്ന് ഡിക്ലെയർ ചെയ്യും. ആക്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ, ആക്ടിങ്ങിനായുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അതായത് അവിടെ ഇരിക്കുന്ന ആൾ ഞാൻ എന്ത് സംസാരിച്ചാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരു പടത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അദ്ദേഹത്തിന് നൽകുന്ന ട്രിബ്യൂട്ടാണെന്ന് നിങ്ങൾക്ക് കരുതാം. അനുപം സാർ, ഇതിൽ സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ എല്ലാ ഫെയിലിയറും താങ്കൾ ഒരു ബലമായിട്ട് മാറ്റിയിരിക്കുകയാണ്. താങ്കൾ എപ്പോഴൊക്കെ ഫെയിലായോ അതൊരു സക്സസ് സ്റ്റോറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് വലിയൊരു ബലമാണ്. ഞാൻ താങ്കൾക്ക് കോംപ്ലിമെന്റ് നൽകുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരും. അതായത് ബട്ട് സാർ എനിക്ക് 28 വയസ്സിൽ ഒരു മുതിർന്ന റോൾ തന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ, ആ റോൾ ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആപ്കെ അദാലത്തിൽ ഞാൻ ഇരിക്കില്ലായിരുന്നു. എന്റെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി അതായിരുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിലിം സ്റ്റാർ അനുപം ഖേറിനോട്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരുടെയും അച്ഛനാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സാർ, താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മഹേഷ് ഭട്ട് താങ്കൾക്ക് 25-ാമത്തെ വയസ്സിൽ 65 വയസ്സുള്ള ഒരു ക്യാരക്ടർ നൽകിയെന്ന്. ആ ക്യാരക്ടർ ചെയ്തതിന് ശേഷം താങ്കൾ എല്ലാവരുടെയും അച്ഛനായിട്ടിരിക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. അമിതാഭ് ബച്ചൻ സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, रिश्ते में हम तुम्हारे बाप लगते हैं. അതായത് എന്റെ ചെറുപ്പം ആരും കണ്ടിട്ടേയില്ല. അതായത് ബട്ട് സാർ എനിക്ക് 28 വയസ്സിൽ ഒരു മുതിർന്ന റോൾ തന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ, ആ റോൾ ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആപ്കെ അദാലത്തിൽ ഞാൻ ഇരിക്കില്ലായിരുന്നു. എന്റെ വിജയത്തിന്റെ ആദ്യത്തെ പടി അതായിരുന്നു. ഞാൻ എടുത്ത തീരുമാനത്തിലാണ് അതെല്ലാം ഉണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, അതായത് 65 വയസ്സുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? അത്രയും അത്ഭുതകരമായ റോൾ എനിക്ക് എങ്ങനെ വിടാൻ പറ്റും? സത്യം പറയുകയാണെങ്കിൽ ഞാൻ അഭിനയം പഠിച്ചിട്ട് വന്നവനാണ്. അതല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് ഞാൻ പ്ലാറ്റ്ഫോമിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ബീച്ചിൽ കിടന്നുറങ്ങും. എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ അപമാനിതനായിട്ടുണ്ട്. എനിക്ക് ആ പടം കിട്ടിയതും ഞാൻ എങ്ങനെ അത് ചെയ്യാതിരിക്കും? അതിനുശേഷം എസ് ചോപ്രാജി ഒരു വയസ്സായ ക്യാരക്ടർ തന്നു. ദിലീപ് കുമാർ സാർ ചെയ്യാനിരുന്നതാ. ഞാൻ ആ പടം വിജയിൽ ഹേമ മാഡത്തിന്റെ അച്ഛന്റെ ക്യാരക്ടറാ ചെയ്ത്. രാജേഷ് കന്നിക്ക് ഫാദർ ഇൻ ലോയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഋഷി കപൂർ അദ്ദേഹം എന്നെക്കാളും മുതിർന്ന ആളാണ്. മാത്രമല്ല അനിൽ കപൂറിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. ഞാൻ ഇവരുടെ ഫാദർ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇൻഡസ്ട്രിയിൽ വരുന്നവര് എന്ത് കരുതുമെന്ന് വെച്ചാൽ വലിയ വലിയ ഹീറോയിൻസ് ഒക്കെ കാണും, തീർച്ചയായിട്ടും അവരോടൊപ്പം അഭിനയിക്കണമെന്ന്. താങ്കൾ മാധുരി ദീക്ഷിത്തിന്റെ അച്ഛനായിട്ടും അഭിനയിച്ചു. അതെ. താങ്കൾ കാജോളിന്റെ അച്ഛനായിട്ടും അഭിനയിച്ചു. അതെ. താങ്കളെ എല്ലാ ഹീറോയിൻസും അച്ഛനായിട്ട് അഭിനയിക്കാനാണോ വിളിക്കുന്നത്? അതായത് ഇതിലുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ലവറെ ചിലപ്പം വിട്ടേക്കാം, ഭർത്താവിനെ വിട്ടേക്കാം, പക്ഷെ അച്ഛനൊരിക്കലും വിടില്ല. ഏതൊക്കെ റോൾസ് അഭിനയിച്ചോ ദേ വർ ദ പില്ലേഴ്സ് ഓഫ് സിനിമ. ഒന്ന് നോക്കാമെങ്കിൽ തേസാബില് മാധുരിയോടൊപ്പം ഡിഫറെന്റ് ക്യാരക്ടർ, അതെ, രണ്ടിലും ഞാൻ അച്ഛന്റെ ക്യാരക്ടർ ആയിരുന്നു. നിങ്ങൾ വേണമെങ്കിലും നോക്കൂ, വെറൈറ്റി എവിടുന്നും എങ്ങോട്ടാ പോകുന്നത്, ഇതൊക്കെ എവിടുന്ന് കിട്ടൂ എന്നെ ഞാൻ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഐ ഡോണ്ട് വാണ്ട് ടു ബി സെറ്റിൽ അബൌട്ട് ഇറ്റ്. എന്റെ അഭിപ്രായത്തിൽ എന്നെ പോലുള്ള നടന്മാർ ഹിന്ദി സിനിമയിൽ കുറവാണ്. അതായത് ഇത് സമ്മതിച്ചേ മതിയാകും. പിന്നെ ഈ കാര്യം ഞാൻ അറഗന്റ് ആയിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിനു മുൻപ് എന്താ ചെയ്തതെന്ന് ഞാൻ നോക്കില്ല, എന്താ ചെയ്യാമെന്നാ ഞാൻ നോക്കുക. പക്ഷെ അതിനു മുൻപ് ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ച് ആളുകളെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ. എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ എന്റെ ആക്ടിംഗ് ടീച്ചർ ഒരു അത്ഭുതമായിരുന്നു. എനിക്ക് ജീവിതമായി ലയിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്നെ അപേക്ഷിച്ച് ഇവർ വെറും വ്യൂവേഴ്സ് മാത്രമല്ല, ഇവര് ഇൻഡിവിജ്വൽസ് ആണ്. ഇവരുടെ കണ്ണിൽ കാണുന്ന ആ ചിരി, ഇവർ ഞാൻ പറയുന്നത് കേൾക്കുന്നതിലുള്ള ആ ഒരു ആകാംക്ഷയില്ലേ, ഇവർക്ക് പണം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തി കൈയടിപ്പിക്കുന്ന പോലെ തോന്നുന്നില്ല. അതായത് എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇവരാണ്. അതുകൊണ്ടാണ് 40 വർഷങ്ങളായി ഞാൻ നിലച്ച് നിൽക്കുന്നത്. ഞാൻ ആക്ടിംഗ് നന്നായി ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് എന്റെ ചരിത്രം ഉണ്ടല്ലോ, തിരശ്ശീലയ്ക്ക് മുൻപിലും തിരശ്ശീലയ്ക്ക് പിറകിലും. അത് നല്ല ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ നമുക്ക് ഓരോ റോളിനെ കുറിച്ച് സംസാരിക്കാം. പറയൂ. രാം ലഖനിലെ താങ്കളുടെ ക്യാരക്ടർ, അതിന്റെ പ്രചോദനം താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അതായത് ഞാനും സതീഷ് കൗശിക്കും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ സെറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ സുഭാഷ് ഗൈ സാറാണ് റൈറ്ററും ഡയറക്ടറും. അദ്ദേഹം അപ്പോഴാണ് സീൻ എഴുതുക.
മുഴുവൻ പടത്തിന്റെ ഐഡിയയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. പിന്നെ അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ തന്നു ആ പടത്തിന്റെ സ്ക്രിപ്റ്റ്. ചാന്ദിവലി സ്റ്റുഡിയോയിൽ 1 day ഷൂട്ടിംഗ് ആണ്. സേഠ്ജി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് മുട്ട അനിൽ കപൂർ ആ സീറ്റിൽ വെച്ചു. ആ സീറ്റിലാണ് ഞാൻ ഇരിക്കേണ്ടത്. അത് സതീഷാണ് ഇംപ്രൂവൈസ് ചെയ്തത്. എങ്ങനെയാന്ന് വെച്ചാ സേഠ്ജി അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷം അമ്മായപ്പം പറയേണ്ടതാണ്. സേഠ്ജി എന്ന് പറയുന്നതിന് പകരം മുട്ടജി എന്ന് പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആ പടത്തിന്റെ ക്ലൈമാക്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സീൻ ഉണ്ടായിരുന്നു. ആ മുഴുവൻ പടത്തിലും കാശിറാം പിന്നെ സതീഷ് ജി എന്റെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാവും. ക്ലൈമാക്സിൽ സുഭാഷ് ഗായ് സാറ് സതീഷ് കൗശിക്കിന് എന്നെക്കാൾ അധികം ഡയലോഗ്സ് നൽകി. എന്ത് ഡയലോഗ്സ് എന്ന് വെച്ചാ, ദേ നോക്കൂ, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് സർ ജോണിനോട് സംസാരിക്കുന്നത്, റസാമുറ സാറിനോട് സതീഷ് കൗശിക്. ഞാൻ അകത്ത് കുറച്ച് ഹേർട്ടായി. ഈ മുഴുവൻ പടത്തിലും എനിക്ക് ഇവനെക്കാളും വലിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ എന്താന്ന് വെച്ചാൽ ഇവന് നൽകിയിരിക്കുന്നു. ശരി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സതീഷ് കൗശിക് ആക്ഷനിൽ വരുമ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് സൗണ്ട് ക്യാമറ എന്ന് പറഞ്ഞു. ഞാൻ നോക്കായിരുന്നു. അദ്ദേഹം പറയേണ്ട ആദ്യത്തെ കാര്യം ഇതായിരുന്നു, രണ്ടാമത്തെ കാര്യം ഇതാണ്, മൂന്നാമത്തെ കാര്യം ഇതാണ്, നാലാമത്തെ കാര്യം ഇത്, 5ാമത്തെ കാര്യം എന്ന്. സതീഷ് കൗശിക് വളരെ മെല്ലെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ കാര്യം ഇതാണ്, രണ്ടാമത്തെ കാര്യം ഇതാണ്, അപ്പൊ കാശിറാം അടുത്തത് ഞാൻ പറയാം, മൂന്നാമത്തെ കാര്യം ഇതാണ്, നാലാമത്തെ കാര്യം ഇതാണ്, 5ാമത്തെ കാര്യം ഇതാണ്. സതീഷ് കൗശിക് ഭയങ്കര ഹേർട്ടായി എന്നെ ഷോട്ടിൽ ഇങ്ങനെ നോക്കാണ്. ഞാൻ നിന്നെ കൊല്ലം പോണ്, നോക്കിക്കോ. ഓൾമോസ്റ്റ് അദ്ദേഹം വിചാരിച്ച എന്താന്ന് വെച്ചാൽ സുഭാഷ് ഗായ് പറയും, അല്ലല്ല 1 more ചെയ്ത് സതീഷ് പറയേണ്ട ഡയലോഗാണെന്ന്. പെട്ടെന്ന് സുഭാഷ് ഗായ് പറഞ്ഞു, നീ നന്നായി ചെയ്തിരിക്കുന്നു, മുഴുവൻ സീനെ ഇവനിൽ നിന്ന് നീ എടുത്തു കളഞ്ഞല്ലോ എന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് ഇംപ്രവൈസേഷൻ നടക്കും. പിന്നെ ഡേവിഡ് ധവൻ സാറിനൊപ്പം ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഷോള ഓർ ശബ്നം, അസീന മാഞ്ചായകി, പിന്നെ ജുഡുവ. അത്ഭുതകരമായ പടങ്ങളാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം ചെയ്തത്. ഡേവിഡ് ധവൻ സാറിന് ആ സീനിന്റെ സ്ട്രക്ചർ നന്നായിട്ട് അറിയാം. അദ്ദേഹം നല്ല ആക്ടേഴ്സിനെ കൊണ്ട് അദ്ദേഹം നൽകും, ഇത് നിങ്ങൾ ചെയ്തോ എന്ന്. ഈ അസീന മാഞ്ചായകിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ ഈ സീൻ എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാന്ന് ആലോചിക്കായിരുന്നു. അവിടെ ഉള്ളവരെല്ലാം നല്ല ആക്ടേഴ്സ് ആയിരുന്നു. ഗോവിന്ദ, പരേഷ് റാവൽ, സഞ്ജയ് ദത്ത്. ഇവർക്കിടയിൽ ഞാൻ എങ്ങനെ സ്പെഷ്യലായിട്ട് കാണിക്കും. അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു, ഞാൻ ഇങ്ങനെ നമസ്കാരം പറയരുത്, ഇങ്ങനെ വേണം നമസ്കാരം പറയാൻ, ഇങ്ങനെ. അതെങ്ങനെ ചെയ്തു എന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ ലണ്ടനിൽ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജുഡുവ 2 ഷൂട്ടിങ്ങിന്റെ സമയത്ത്. അപ്പോൾ ജുഡുവ 2 ഷൂട്ടിങ്ങിന് മുൻപ് ഒരു ബ്രിട്ടീഷ് പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബോയ് വിത്ത് എ ടോപ്പ് നോട്ട്. അതിൽ എൻ്റെ ക്യാരക്ടറിന് മെമ്മറി ലോസ് ആയിട്ടുണ്ടാകും. എനിക്കതിൽ ഒരു ദിവസം റീഡിംഗ് സെഷൻ ഉണ്ടാകും. നെക്സ്റ്റ് 10 ദിവസം ഞാൻ ജുഡുവ 2ന്റെ ഷൂട്ടിങ്ങിലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 10 ദിവസം കഴിഞ്ഞ് ബ്രിട്ടീഷ് ഷൂട്ടിംഗ്. ആ ബ്രിട്ടീഷ് പടത്തിന്റെ റീഡിംഗ് നടക്കുമ്പോൾ ബോയ് വിത്ത് ദ ടോപ്പ് നോട്ട്, ആ റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഡയറക്ടർ ഒരു പെണ്ണാണ്. അവരോട് ഞാൻ ചോദിച്ചു, വളരെ യങ് ഡയറക്ടറാണ്. ഞാൻ ചോദിച്ചു, സ്റ്റെഫി, അതായത് നിങ്ങൾ ഈ ക്യാരക്ടറിൽ വിഷ്വലിൽ പറയുകയാണെങ്കിൽ അത് എങ്ങനെ പറയും എന്ന് ഒന്ന് വിശദമായി പറയൂ. അവർ പറഞ്ഞു, മിസ്റ്റർ കെയർ, അതായത് ഒരു ഉണങ്ങിയ ഇലയുണ്ടല്ലോ, ഉണങ്ങി മരത്തുനിന്നും താഴെ വീഴില്ലേ, ഒരു പേടിയുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു കാൽ അതിനെ ചവിട്ടി അമർത്തിയാൽ കറക് എന്നൊരു ശബ്ദം വരും. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എത്ര ആശ്ചര്യകരമായിട്ടാണ് ആ ക്യാരക്ടർ പറഞ്ഞു തരുന്നത്. ഞാൻ ആ ക്യാരക്ടർ അങ്ങനെ വേണം അഭിനയിക്കാൻ. വിഷ്വലി ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഉണങ്ങിയല്ല താഴെ വീണ് പേടിക്കുന്നു. ഞാൻ ആ ട്രാൻസിൽ തന്നെ പുറത്തേക്ക് വന്നു. പിന്നെ ഞാൻ ഡേവിഡ് ധവാന് ഫോൺ വിളിക്കുന്നു. അതേ ട്രാൻസിൽ, ഡേവിഡ്, നാളെ എന്താ സീൻ എന്തിരിക്കുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്ന, അതാണ് സീന്, നീ എന്തു പറയാൻ പോകുന്നു, അതാണ് ഡയലോഗ്, സീനും ഇല്ല, ഒന്നുമില്ല. ഒരു നടന്റെ മേലെ ഡയറക്ടർക്കുള്ള കോൺഫിഡൻസ് അതാണ്. ഡേവിഡ് സാറിനൊപ്പം ഞാൻ ഷോള ശബ്നമിൽ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ വെച്ച് ബെസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ജനറേഷന്റെ മൻമോഹൻ ദേശായ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. 44 വിജയിച്ച പടങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. സോള സവനത്തിൽ താങ്കൾ ശ്രീദേവിയുടെ ഫാനായിരുന്നു. പ്രായം കുറച്ച് കൂടുതലാണെങ്കിലും. പ്രായം കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിനിമയില ശ്രീദേവിയെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആക്ട്രസ് ആണെന്ന് പറയാം. ലോകത്തിലെ തന്നെ. ഞാൻ വലിയ വലിയ നടികൾക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്, വിദേശ നടികൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീദേവി വാസ് എഫേർട്ട്ലെസ്. കഴിച്ചുകൊണ്ടിരിക്കും, കോമഡി ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഡയറക്ടർ ഒന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അത് ജാൽവാസ് ആയിക്കോട്ടെ, അത് ചാന്ദിനി ആവട്ടെ,
അല്ലെങ്കിൽ ലംഹെ ആവട്ടെ, വളരെ ഭംഗിയുള്ള രീതിയിൽ അവർ പെട്ടെന്ന് മരിച്ചുപോയി. അതായത് അവരുടെ മുഖം മാത്രമല്ല, അവരുടെ അവരുടെ structure ശരീരം പോലും. മുഴുവനും ആക്ട് ചെയ്യും, ഓരോ ഭാഗങ്ങളും. സത്യമാണ്. ഷീ വാസ് എ കംപ്ലീറ്റ് ആക്ട്രസ്. അവർ ഇന്ത്യയിലെ ലോക പ്രശസ്തി ആർജിച്ച ആക്ട്രസ് ആണെന്ന് പറയാം. അമേസിംഗ്. ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് പോയി. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ നല്ലവരാണ്. എനിക്ക് അവരിൽ നിന്നും പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഇൻഫാക്ട് പലരിൽ നിന്നും ഞാൻ പല നല്ല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ശ്രീദേവിയിൽ നിന്നാണ് ഞാൻ സ്പോണ്ടേനിറ്റി പഠിച്ചത്. ലംഹെ പടത്തിൽ ഞങ്ങൾ പാരോഡി സോങ് ചെയ്തു. അത് വളരെ നീളമുള്ള ഒരു പാട്ടാണ്. ആ സമയത്ത് അവരുടെ ഫാദർ മരിച്ചുപോയി. അവർ എത്രമാത്രം പ്രൊഫഷണൽ ആയിരുന്നു എന്ന് വെച്ചാൽ അവിടെ പോയി, ഇന്ത്യയിലേക്ക് പോയി തിരിച്ച് സെറ്റിൽ വന്ന് കോമഡി സീനാ ചെയ്തത്. അവർക്കുണ്ടായിരുന്ന ഡെഡിക്കേഷൻ തന്നെ അതാണ്. അമേസിംഗ്. അതുപോലെ തന്നെ കാജൽ, ബ്രില്യന്റ് ആക്ട്രസ് ആണ് അവരൊക്കെ. ഇങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണ് അവരിപ്പോഴും നിലനിൽക്കുന്നത്. താങ്കൾ ദിലീപ് സാറിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപ് സാറിനൊപ്പം ഞാൻ 3-4 പടം അഭിനയിച്ചിട്ടുണ്ട്, 3 പടം ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ കർമ്മ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോ ദിലീപ് സാർ വന്നു. അപ്പം ഞാൻ ഡോക്ടർ ഡാൻ ക്യാരക്ടറിലായിരുന്നു. രാവിലെ 7 മണിക്ക് താടിയൊക്കെ ഒട്ടിച്ചോണ്ടിരുന്നു. അദ്ദേഹം 11 മണിക്ക് വന്നു വൈറ്റ് മെർസിഡസ് കാറിൽ. അദ്ദേഹം ഒരു വെള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ണുവെക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു, ഓ, ഇദ്ദേഹത്തെ കണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ തന്നെ തോന്നിയത്. മധുമതി, രാമോഷാം, ഗോപി, ദേവദാസ്, ഈ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഗോപി പടത്തിന് ബ്ലാക്കിൽ ടിക്കറ്റ് വാങ്ങിക്കാനായി എൻ്റെ മൂക്ക് വരെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നോക്കിയായിരുന്നു, മുഖത്തേക്ക് നോക്കിയായിരുന്നു. അപ്പൊ സുഭാഷ് ഘായ് സാർ വന്ന് എന്നെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. നീ അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കുന്ന ഈ നോട്ടം ഉണ്ടല്ലേ, നീ ഈ സിനിമയിലെ വില്ലനാ, അദ്ദേഹത്തെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കല്ലേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനുപം ഖേറിന് ദിലീപ് സാറിന് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഡോക്ടർ ഡാങ്ങിന് റാണ വിശ്വപ്രതാപിനെ ഇഷ്ടമല്ല. ഇങ്ങനെ പിന്നെ ആ കവിളിലടിക്കുന്ന സീൻ ഒരു ഹിസ്റ്റോറിക് സീനാണ്. അതെ, അതിൽ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യണമെന്ന് വിചാരിച്ച അദ്ദേഹത്തോട് പറഞ്ഞു, സാർ നിങ്ങൾ എന്നെ യഥാർത്ഥത്തിൽ മുഖത്ത് അടിക്കൂന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം, ഇതൊരു സോൾജറുടെ കൈയാണ്, നീ ഇല്ലാതാവുമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഞാൻ ഡയലോഗ് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ആ സീൻ കണ്ടു. അപ്പോൾ അദ്ദേഹം സുഭാഷ് ഘായ് സാറിനോട് പറഞ്ഞിരിക്കുന്നു, ഹീസ് എ ഡേഞ്ചറസ് ആക്ടർ ആൻഡ് ഹീൽ ഗോ ഫാർ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദിലീപ് സാർ എന്നെ പറഞ്ഞു, ഇനി ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നിങ്ങളോട് ഒരു കാര്യം പറയാം, എനിക്ക് വളരെ വിശക്കും. എനിക്ക് 1:30 മണിക്ക് ഭക്ഷണം കിട്ടിയാൽ മതിയാവും. ലഞ്ച് ടൈമിൽ 2:30 മണിയായി, ഭക്ഷണം വന്നിട്ടില്ല. പിന്നെ ഞാൻ വിശന്നിരിക്കുകയാണെന്ന് ദിലീപ് സാറിന് മനസ്സിലായി. അപ്പൊ എന്നെ കളിയാക്കാനായി അദ്ദേഹം പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ മിസ്റ്റർ അനുപം ഖേർ, എൻ്റെ അച്ഛൻ പഴങ്ങൾ വിൽക്കുമായിരുന്നു. ആ പഴം കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അതായത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചുവന്ന ആപ്പിൾ ഉണ്ട്. ഇത് വന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഒരുപാട് ജ്യൂസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നോക്കിയിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇത് നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് കടിക്കുന്നു. അതിൻ്റെ ജ്യൂസ് അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ എന്താകുമെന്ന് വെച്ചാൽ, മറ്റൊന്ന് എടുത്ത് കഴിച്ചാൽ പോലും അതിൽ ഇത്രയും സന്തോഷം ലഭിക്കില്ല. പിന്നെ ഞാൻ വേറൊന്ന് എടുക്കുന്നു, രണ്ടാമത്തേതിൽ സന്തോഷം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കുണ്ടാവും, അത് എനിക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു. ദയവ് ചെയ്ത് ഇങ്ങനെ പറയുന്നത് നിർത്തൂന്ന് പറഞ്ഞു. ഐ എം എ റിച്ച് മാൻ. കാരണം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിശിഷ്ടരായ ജനങ്ങൾ, അവർക്കൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഓരോ മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഞാൻ എടുത്തു. അമിതാഭ് ബച്ചൻ ആക്രി രാസ്ത എന്ന് പറഞ്ഞ പടത്തിൽ ഒന്ന് പറഞ്ഞിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ടൈം ആക്ടിങ് തുടങ്ങിയപ്പോൾ എൻ്റെ ബ്രെയിൻ ഒരുപാട് പറഞ്ഞു. ഞാനപ്പോൾ ഒരു പ്രാവശ്യം ചെന്നൈയിൽ ഷൂട്ടിങ്ങിനായി പോയിരുന്നു. അവിടുത്തെ പ്രൊഡക്ഷൻ ആളെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ റൂമിൽ AC വർക്കാവുന്നില്ല, അതായത് മേക്കപ്പ് റൂമിൽ AC വർക്കാവുന്നില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി? എൻ്റെ സീൻ ആരോടൊപ്പമാണെന്ന് ചോദിച്ചാൽ അമിതാഭ് ബച്ചൻ്റെ ഒപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമിതാഭ് ബച്ചൻ സാറിനൊപ്പം. അദ്ദേഹം 9 മണിക്ക് വന്നു, നിങ്ങൾ 10 മണിക്ക് ഇതാ വന്നിരിക്കുന്നു. അതൊക്കെ എന്നോട് പറയേണ്ട, പ്രൊഫഷണലിസം ഒക്കെ എനിക്കറിയാം. അദ്ദേഹം എവിടെ? ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു മൂലയ്ക്ക് താടിയും മീശയും വിത്ത് പാൻറ്റും ഷർട്ടും സാൽവയെല്ലാം പുതച്ച് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, നമസ്കാരം സാർ. ഓ വരൂ വരൂ, ഇരിക്കൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നല്ല ചൂടാണല്ലോ,
നിങ്ങളാണെങ്കിൽ താടിയും മീശയും പാന്റും ഷർട്ടും പുതപ്പൊക്കെ പൊതിച്ചിരിക്കുന്നല്ലോ. അല്ലെങ്കിലേ ചൂടാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം നമ്മൾ ചൂടാണെന്ന് വിചാരിച്ചാൽ ചൂടായിരിക്കും, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ AC ഫാൻ ഇല്ലാന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഇഫ് യു കീപ് യുവർ ഐസ് ഓപ്പൺ, നമ്മൾ മീറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാം. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രൊഫഷണലിസം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മുകളിൽ വെച്ച് എന്നോട് സംസാരിക്കായിരുന്നു. പറയുകയാണെങ്കിൽ 32 വർഷത്തിനിടക്ക് നിങ്ങൾ 500-ലധികം എപ്പിസോഡ്സുകൾ ചെയ്തു കാണും. സത്യം പറഞ്ഞാൽ യു ആർ എപ്പിറ്റോം ഓഫ് പ്രൊഫഷണലിസം, ഓഫ് സിൻസിയറിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. നിങ്ങളെടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ രജിത് സാർ. വളരെ നന്ദി. താങ്കൾ പറഞ്ഞത് സത്യമാണ്. കഴിഞ്ഞ 32 വർഷങ്ങൾക്ക് മുൻപ് ആപ്കി അദാലത്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പേടിയായിരിക്കും. ചെവിയിൽ ഇങ്ങനെ ഒളിക്കും 10 സെക്കൻഡ് ഗോ എന്നും പറഞ്ഞു. അതെ, ടെൻഷൻ തീർച്ചയായിട്ടും കൂടും. കറക്റ്റ്. പക്ഷെ തുടങ്ങിയതിന് ശേഷം അത് അതെ മറ്റൊരു വേറൊരു ലോകത്തേക്ക് ലോകത്തേക്ക് പോകും. ചെല്ലും. ദാറ്റ്സ് റൈറ്റ്. ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാൽ, ജീവിതത്തിൽ നമ്മൾ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടിലും സിറ്റുവേഷൻ, മനുഷ്യർ, ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷെ അത് നമ്മൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് പ്രശ്നം. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. ചോദിക്കും. സർ, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഏറെ ഹീറോയിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചതാണ് ജോളിയായിരുന്നത്. എനിക്ക് നിങ്ങൾ ഈ ജോളി എന്ന് പറയുന്നതിന് ഡെഫിനേഷൻ പറയൂ. എന്താ ഇങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ ഫേവറേറ്റ് ഹീറോയിൻ ആരാണ്? ജാക്ലിൻ ഫെർണാണ്ടസ്. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഫേവറേറ്റ് ഹീറോയിനെ കുറിച്ച്. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ഏതെങ്കിലും ഒരു റോളിൽ അഭിനയിച്ചതിന് ശേഷം താങ്കൾക്ക് തോന്നിക്കാണും ഞാൻ ഈ റോളിൽ അഭിനയിച്ചു, പിന്നെ അതിനുശേഷവും താങ്കൾക്ക് തോന്നാം. അങ്ങനെയുള്ള ഒരുപാട് റോൾസ് ഉണ്ട്. എക് ദിൽ കാ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പടം ഞാൻ അഭിനയിച്ചു. അത് കാണുമ്പോഴൊക്കെ ഞാൻ പേടിക്കും. പിന്നെ എൻ്റെ കിരൺ, എൻ്റെ വൈഫ്, അവൾ എൻ്റെ കൂടെ പടം കാണാൻ വന്നാൽ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ടുവരും. ഞാൻ മോശമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ മെല്ലെ അവിടുന്ന് അയച്ചങ്ങ് കൊണ്ടുപോകും. അതിനേക്കാൾ മോശമാണെങ്കിൽ മെല്ലെ നീങ്ങി മറ്റേ ഭാഗത്തേക്ക് ഇരിക്കും. അതിനേക്കാൾ മോശമാണെങ്കിൽ എന്നെ നുള്ളാൻ തുടങ്ങും. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന്. നിഹാഹ എന്നു പേരുള്ള ഒരു പടം. നിക്കാഹെ അത് നഹീനക്ക് ശേഷം വന്നതാണ്. ഹർമീസ് മൽഹോത്രയുടേതാണ്. അതിൽ നമ്മുടെ അമരീഷ് പുരി ഒരു പാമ്പാട്ടിയുടെ വേഷമാണ് ചെയ്യുന്നത്. നഗീനയിൽ അമരീഷ് പുരിയുടെ പാമ്പാട്ടി ക്യാരക്ടർ മരിച്ചു പോകുന്നു. അതിനുശേഷം നിഹാഹെ പാട്ടു നഗീന പടം എടുക്കാൻ തുടങ്ങി. അപ്പോ അർമീഷ് മൽഹോത്ര ആ ക്യാരക്ടറിനെ എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ജനങ്ങൾ അമരീഷ് പുരിയെ മറക്കും വിധം ഞാൻ അഭിനയിക്കണമെന്നാണ്. അതുകൊണ്ട് ഓരോ സീനും ഞാൻ മരിച്ചഭിനയിച്ചു. ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ സംസാരിച്ച് അഭിനയിച്ചു, ഉറക്കെ സംസാരിച്ചു. ഡബ്ബിംഗ് നടക്കുമ്പോൾ ആ പടത്തിന്റെ പടം എടുത്തതിന് ശേഷം ഡബ്ബിംഗ് നടക്കും. ആ പടം കണ്ട് നമ്മൾ ഡബ്ബിംഗ് സംസാരിക്കണം. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഒരുപാട് ഓവറായിട്ട് ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നന്നായിട്ടില്ല. പക്ഷെ പടത്തിന്റെ 5 ദിവസം മുമ്പ് ആ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പൂർണ്ണം ചന്ദ്ര റാവ്, അദ്ദേഹം ബ്ലൂ ലേബിൾ ഒട്ടിച്ച ഒരു വിസ്കി എനിക്ക് അയച്ചു തന്നു. ഞാൻ ജീവിതത്തിൽ അതിനു മുൻപ് ബ്ലൂ ലേബിൾ കുടിച്ചിട്ടേ ഇല്ല. അതിൽ എഴുതിയിരുന്നു, വാട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ് ഇൻ നിഗാഹെ. ഞാൻ വിചാരിച്ചു, എന്താടാ ഇത്, എന്നെക്കുറിച്ച് എനിക്കെന്നെ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നോ മോശമായിട്ടാണോ എന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല. പൂർണ്ണം ചന്ദ്ര റാവു ഡിസ്ട്രിബ്യൂട്ടർ വിസ്കി അയച്ചിരിക്കുന്നു, അതും ബ്ലൂ ലേബിൾ. പിന്നെ S. ചോപ്ര സാർ, അദ്ദേഹത്തിന്റെ വൈഫ് രേഖയ്ക്കൊപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കിരൺ, പിന്നെയും മറ്റു 2-3 പേരെയും വിളിച്ച് റിലീസിന് മുമ്പ് ആ പടം കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. പടം തുടങ്ങി. കിരൺ ഇങ്ങനെ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഇരിക്കുകയാണ്. പടം തുടങ്ങി. ഒരു റീലിന് ശേഷം ലൈറ്റായിട്ട് ചുമയ്ക്കാൻ തുടങ്ങി. 2ാമത്തെ റീലിൽ എൻ്റെ അടുത്ത സീൻ ഞാൻ കാണുമ്പോൾ അവള് പറഞ്ഞു, ഡാർലിംഗ് എനിക്ക് തലവേദനിക്കുന്നു. 3ാമത്തെ റീലിൽ SG പറയുന്നു, ഇനി എത്ര റീൽസ് ഉണ്ട്? 4ാമത്തെ റീലിലാണ് എനിക്ക് തോന്നിയത്, ദൈവമേ, ഇവിടെ പാമ്പോ കീരിയോ വന്നെങ്കിൽ, ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നാലോ എല്ലാവരും വളരെ ദേഷ്യപ്പെടുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് മോശമായിട്ടാണ് അഭിനയിച്ചത്. കിരൺ എഴുന്നേറ്റ് പോയി. ഇങ്ങനെ പല പടങ്ങളിലും ഞാൻ മോശമായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വർക്ക് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് സംടൈം. നമുക്ക് രാവിലെ പുറപ്പെടണം. കാരണം ജോലി ചെയ്തെങ്കിലേ ജോലി കിട്ടൂ. ജോലിയില്ലാത്ത ഒരു ലോകവുമില്ല.
ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ താങ്കൾ എപ്പോഴും ഇതുപോലെ തന്നെ ബിസി ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരെയും എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. താങ്കളോടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ആപ്കി അദാലത്തിൽ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം അനുപം ഖേറിനോടുള്ള ചോദ്യം തുടരുന്നതായിരിക്കും. സാർ, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വന്നതാ. മലയാളം മീഡിയം സ്കൂളിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് മീഡിയം പെൺകുട്ടികൾ നമ്മളെ നോക്കില്ല, നമ്മുടെ ഭാഗത്തേക്ക് നോക്കില്ല. ഇതാ ഇവിടെ മുമ്പിലിരിക്കുന്നവരൊക്കെ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവരാ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ അനുപം ഖേറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം തലകീഴായ പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അതായത് സാർ, ഒരാളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ള ചടങ്ങൊക്കെ ചെയ്യാറുണ്ട്, ഭജൻ പാടും, കീർത്തനങ്ങൾ പാടും. പക്ഷെ താങ്കളുടെ അച്ഛൻ മരിച്ച സമയത്ത് താങ്കൾ റോക്ക് ബാൻഡുകാരെ വിളിച്ച് അവിടെ ഒരു ലാഫ്റ്റർ ഷോ നടത്തിയല്ലോ. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു ജീവിതമാണ് ജീവിച്ചത്. ഇപ്പം എൻ്റെ അമ്മ അദ്ദേഹം ഇല്ലാതെ ജീവിക്കണം. എൻ്റെ അച്ഛനൊരു അത്ഭുതകരമായ മനുഷ്യനാണ്. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കും? അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതോ നോക്ക്, ഞാൻ അച്ഛൻ്റെ പ്രെയർ മീറ്റിംഗ് ഒരു വ്യത്യസ്തമായ രീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്. അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താ? ഞാൻ വരുന്നവരോട് വെള്ള ഡ്രസ്സിട്ട് വരാനൊന്നും പറയില്ല, നിങ്ങൾ കളർഫുൾ ഡ്രസ്സിട്ട് വരൂ എന്ന് പറയും. നിങ്ങൾ ചിരിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറയും. അതേപോലെ ഞാൻ അച്ഛന് വേണ്ടി റോക്ക് ബാൻഡ് വരുത്താമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി പ്രെയർ മീറ്റിംഗ് എന്തിനാ എത്ര ബോറിംഗ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ റോക്ക് ബാൻഡിൽ അവർ പാടി. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലോകത്തോട് അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു. ആ പ്രെയർ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വയറ് വേദനിക്കാൻ തുടങ്ങി. രാത്രി എൻ്റെ അമ്മ എന്നോട് പറയാ, അനുപം താങ്ക് യു, ബിട്ടു മോനെ താങ്ക് യു, എൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞു. സോ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താങ്കളുടെ സിനിമയിലും കാണാൻ പറ്റും. താങ്കൾ അക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, താങ്കൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല, എന്നിട്ട് പോലും ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വന്നവന്. എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് തോന്നി, ലെറ്റ് മീ ട്രൈ, എനിക്ക് ഇംഗ്ലീഷ് പടങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ബാൻഡിറ്റ് ഡി വാക്വമിൽ എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ അതൊരു ഇംഗ്ലീഷ് പടമാണ്, ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ പടം സൂപ്പർ ഹിറ്റായി. പക്ഷെ ഇംഗ്ലീഷ് പടങ്ങളിൽ വെച്ച് ഞാൻ പ്രയാസപ്പെട്ട് അഭിനയിച്ചത് ന്യൂ ആംസ്റ്റർഡാം എന്ന പടമാണ്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത് ഒരു മെഡിക്കൽ ഡ്രാമ പടമാണ്. അതിൽ ഞാൻ ന്യൂറോളജിസ്റ്റിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് നോർമൽ വേർഡ് തന്നെ പറയാൻ പറ്റില്ല, പക്ഷെ അതിൽ ഭയങ്കരമായ മെഡിക്കൽ വേർഡ്സ് ഉണ്ട്. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് പ്രിപ്പയർ ചെയ്യും. ഐ തിങ്ക് ഒരു പ്രയാസമുള്ള ജോലി എടുത്ത് ചെയ്യാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അതെന്റെ ഹിറ്റായ സീരീസ് ആണെന്ന് പറയാം. ഇൻഫാക്ട് ഇത് അമേരിക്കയിൽ വളരെ ഭയങ്കര ഹിറ്റായി. ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മനസ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ആദ്യം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെയാണ് സംസാരിക്കുക. അത് തലകുത്തനെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ചെയ്ത ജോലി ഞാൻ എന്തിനു വീണ്ടും ചെയ്യണം? അടുത്ത വർഷം എന്തുകൊണ്ട് ഡിഫറെന്റ് ആയി ചെയ്തുകൂടാ? താങ്കൾ വളരെ ഡിഫറെന്റ് ആയിട്ട് ചെയ്ത കാര്യത്തിനെ കുറിച്ച് പറയാം. അതായത് താങ്കൾ പറഞ്ഞ അമേരിക്കൻ സീരീസ് വളരെ സക്സസ് ആയിട്ടാണ് പോയത്. അതുകൊണ്ട് താങ്കളെ ഡോക്ടർ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് അമേരിക്കയിലും ഇന്ത്യയിലും വളരെ സക്സസ്ഫുൾ ആയ പ്രോഗ്രാമാണ്. അത് താങ്കൾ പാതി തന്നെ നിർത്തിയിട്ട് തിരിച്ചു വന്നല്ലോ. അതിൽ 5 സീസൺ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കാശ് കിട്ടി. ബട്ട് കിരൺ വാസ് അൺഫോർച്ചുനേറ്റ്ലി ഡിറ്റക്റ്റീവ് വിത്ത് ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ. അപ്പോൾ എനിക്കെന്താണ് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഈ സമയത്ത് അമേരിക്കയിൽ ഇരുന്നാൽ എങ്ങനെ? കിരണിന് എൻ്റെ ആവശ്യമുണ്ട്. ഞാനൊന്നും ഡോക്ടറല്ല അവരെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമുണ്ടാവും. കാരണം ഇത്രയും വർഷങ്ങളായി അവർ എൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്, എനിക്കൊപ്പം സുഖദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നായി ജീവിച്ചു. എനിക്കെങ്ങനെ ഈ സീരീസിൽ ഇപ്പോൾ അഭിനയിക്കാൻ പറ്റും? അതുകൊണ്ട് ആ സീരീസ് വിട്ട് ഞാൻ കിരണൊപ്പം എത്തി. ഞാൻ അവിടുന്ന് വന്നിട്ട് അവരുടെ രോഗമാകട്ടെ, അവരുടെ വേദനയാവട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ധൈര്യമായിരിക്കും. പക്ഷേ കിരൺ എന്നോട് അവിടുന്ന് ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എനിക്ക് തോന്നിയ എന്താന്ന് വെച്ചാൽ, ഈ വിജയം വിട്ട് ഇവിടെ വിജയിക്കണം, ബന്ധങ്ങളിൽ വിജയിക്കണം, അതാണ് പ്രധാനമെന്ന് തോന്നി. അതുകൊണ്ടാണ് വന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം.
സർ, നിങ്ങളും സതീഷ് കൗശിക്കും വളരെ വലിയ ഫ്രണ്ട്സ് അല്ലായിരുന്നോ? ഞാനും സതീഷ് കൗശിക്കും നല്ല സുഹൃത്തുക്കളാണ്. ഇവിടെയുള്ള നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1974 മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം എനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് മാൻ. ഇപ്പോഴും ഞാൻ ചില സമയത്ത് ഡ്രൈവറോട് പറയും സതീഷിന്റെ ഓഫീസിലേക്ക് തിരിച്ചു വിടാൻ. അദ്ദേഹത്തിന്റെ മകളാണ് മൻസിക. എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, താങ്കളും കൗശിക്കും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് വയറ് വേദനിക്കാൻ. അതെ അതെ അതെ, അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന. അതെ, സതീഷിന് വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. അദ്ദേഹം ഈസി ആയിട്ട് കോമഡിയൊക്കെ ചെയ്യും. അദ്ദേഹത്തോട് താങ്കൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് വിളിക്കാത്ത കല്യാണത്തിന് ആഹാരം കഴിക്കാൻ പോകുന്നു. അതെ, ഞാൻ ബോംബെയിലേക്ക് വന്ന് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഭക്ഷണത്തിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും. എന്റെ താടി കുറച്ച് ബ്രൗൺ നിറത്തിലാണ്. അതുകൊണ്ട് ജനങ്ങൾ ഞാൻ ഇംഗ്ലീഷുകാരനാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു ഡ്രാമയിൽ അഭിനയിച്ചിരുന്നു, 3 Penny Opera. അതിൽ ധരിച്ച വൈറ്റ് സൂട്ട് ഞാൻ എന്റെ കൈവശം വെച്ചു. അപ്പൊ സതീഷ് കൗശിക് പിന്നെ മറ്റുള്ള 2 സുഹൃത്തുക്കളും ആ വൈറ്റ് സൂട്ട് എന്നെ കൊണ്ട് ധരിപ്പിച്ച് ഞാനൊരു ചെറിയ കണ്ണട വയ്ക്കും. അതായത് എന്നെ ഇംഗ്ലീഷുകാരനെ പോലെ മാറ്റി കല്യാണത്തിനൊക്കെ കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ വിദേശികൾ കല്യാണത്തിന് വന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ബൾട്ടോൺ, ഹി ഈസ് കമ്മിങ് ഫ്രം ജർമ്മനി എന്ന് കള്ളം പറയും. ബട്ടോൺ ബ്രദർ ജർമ്മനിയിലെ വലിയ പ്ലെയർ ആയിരുന്നു. സതീഷ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ജർമ്മനിയിലെ വളരെ പ്രശസ്തനായ ആളായിട്ടാണ്. ഹി ഈസ് ദ പേഴ്സൺ. ഇദ്ദേഹം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഞാൻ ആ കണ്ണടയും ധരിച്ച് ജിലേബി കഴിക്കായിരിക്കും, കച്ചോടി കഴിക്കായിരിക്കും. അങ്ങനെ കണ്ടതെല്ലാം ഞാൻ വാരി വലിച്ച് കഴിക്കും. അങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കല്യാണങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ കല്യാണം വല്ലതും ഉണ്ടെങ്കിൽ പറയും, ഞാൻ താടിയെ കൊട്ടിച്ച് വെള്ളക്കാരനെ പോലെ വരാം. പബ്ലിക്കിൽ വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? I just want to ask you one question. എനിക്ക് മലയാളം അറിയും. ഇപ്പോഴുള്ള ആക്ട്രസ് എല്ലാം നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പെർമിഷൻ നൽകിയാൽ അനുവാദം കിട്ടുമോ? ജഡ്ജ് സാർ, അനുവാദം കിട്ടുമോ? സാർ, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വന്നതാ. മലയാളം മീഡിയം സ്കൂളിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് മീഡിയം പെൺകുട്ടികൾ നമ്മളെ നോക്കില്ല, നമ്മുടെ ഭാഗത്തേക്ക് നോക്കില്ല. ഇതാ ഇവിടെ മുമ്പിലിരിക്കുന്നവരൊക്കെ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവരാ. ഇവരൊക്കെ തല ഉലുക്കുന്നുണ്ട്, തല പൊട്ടി വീണു പോകുന്നു വിചാരിക്കും. ഞങ്ങൾ ആരും നോക്കാറില്ല. അപ്പോ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സത്യപ്രകാശ് ആയിരുന്നു. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ നോക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പൊ ഞാൻ വളരെ മെലിഞ്ഞിരിക്കായിരുന്നു. എത്രമാത്രം എന്ന് വെച്ചാൽ എന്റെ 2 കണ്ണുകൾ കൊണ്ട് എനിക്ക് കീ ഹോളിലൂടെ കാണാമായിരുന്നു. ഞാൻ മെലിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് നടന്നു പോവുക. ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ ക്രോസ് ചെയ്ത് പോയാ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. മൈ ബോഡി ഈസ് എമ്മേഴ്സ് എന്ന് പറയും. ഒരു ദിവസം പ്രിൻസിപ്പൽ സാർ വന്ന് എന്നെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ പ്രിൻസസ് ദുർഗാവതി ഓഫ് ലഖൻപൂർ ഇല്ലേ, അവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡോണർ. ഞങ്ങൾക്ക് ഒരുപാട് പണം നൽകുമായിരുന്നു, 2000, 3000. അതുകൊണ്ട് അവരായിരുന്നു എല്ലാ വർഷവും ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാ. അങ്ങനെ അവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് 200 വയസ്സായതുപോലെ തോന്നി. അതുകൊണ്ട് പ്രിൻസിപ്പൽ സാർ പറഞ്ഞു, അവരെ ഒന്ന് പ്രശംസിക്കാനായി ഒരു സ്പീച്ച് നൽകണമെന്ന്. അതുകൊണ്ട് നീ ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് ബൈഹാർട്ട് ചെയ്തു. സാർ, ഇംഗ്ലീഷിൽ എങ്ങനെ ബൈഹാർട്ട് ചെയ്യാം? പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞു. എന്റെ ചെറിയച്ഛൻ ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പാരലാൽ ജി. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നീ എഡിറ്റോറിയൽ ബൈഹാർട്ട് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. 15 ദിവസങ്ങൾക്ക് ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഞാൻ ഒരു ഭാഗത്ത് എഡിറ്റോറിയൽ ബൈഹാർട്ട് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് സ്പീച്ചും ബൈഹാർട്ട് ചെയ്യുന്നു. പ്രിൻസസ് ഓഫ് ലഖൻപൂർ ദുർഗാദേവി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ അന്ന് ഈ 2 സ്പീച്ചും മിക്സ് ആയിപ്പോയി. ഞാൻ ഇങ്ങനെയാണ് സ്പീച്ച് നൽകിയത്. കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷെ അതാണ് സത്യം. Ladies of the gentlemen, I would have to, could have to understood a few homogeneous words in kind condolence of Princess Durgavati of Lakhanpur. The infection of the last conversation in the life founding. That is why I am looking at you. Sometime a furniture and sometime a missing. അതിനുശേഷം എന്റെ പ്രിൻസിപ്പളിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അതിന് മുഴുവൻ കാരണവും ഞാനാണ്. ചോദിക്കൂ, മലയാളത്തിൽ ചോദിക്കൂ പ്ലീസ്. തീർച്ചയായിട്ടും നിങ്ങളാണ് സത്യം. മലയാളത്തിൽ തന്നെ സംസാരിക്കാം. സർ, ഇപ്പോൾ ആക്ടേഴ്സ് എല്ലാം നീളമുള്ള മുടി, താടി അങ്ങനെല്ലാം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണോ? അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് തോന്നാറില്ലേ? ഏതോ കാട്ടുവാസിയുടെ കൂടെ അഭിനയിക്കുന്ന പോലെ തോന്നില്ലേ? ലോകത്ത് 2 തരത്തിലുള്ള ആണുങ്ങളുണ്ട്, ബോൾഡീസ് ആൻഡ് ഫ്യൂച്ചർ ബോൾഡീസ്. അതുകൊണ്ട് ഈ നീളമുള്ള മുടിയൊക്കെ അതാ അദ്ദേഹം വീണ്ടും ഇങ്ങനെ കാണിക്കും.
ഞാൻ പോയി അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വരാം. അദ്ദേഹം എന്റെ വലിയ ഫാനാണ്. വന്നാട്ടെ. അടിപൊളി, സൂപ്പർ. നിങ്ങൾ അസ്ട്രോളജർ ആണോ? അടിപൊളി, നല്ല കാര്യം. അദ്ദേഹം അസ്ട്രോളജർ ആണത്രേ. എനിക്ക് ദൂരത്തുനിന്നും കണ്ടപ്പോഴേ മനസ്സിലായി. എന്റെ ഭാവി നന്നായിട്ടുണ്ടോ സാറേ? എന്റെ ഭാവി നന്നായിരിക്കോ? വളരെ നന്നായിട്ടുണ്ട് സർ. നിങ്ങൾ രണ്ടുപേരുടെയും ഭാവി വളരെ നന്നായി. കണ്ടോ, നമ്മളെ രണ്ടുപേരും പറ്റിയാ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ കാണിച്ചോണ്ടിരിക്കും. ഓക്കെ, ഇപ്പോഴൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അനുപം ഖേറിനോടുള്ള ചോദ്യം നമ്മൾ തുടരുന്നതായിരിക്കും. Breathe in. 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 വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ അനുപം ഖേർ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വയം രസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. സാർ, താങ്കളെ രസിക്കുന്ന കാര്യം സത്യമാണ്. ഈ ഗുണം താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടോ അതോ അതിനുശേഷം വന്നോ? ഞാൻ എന്നെ രസിച്ചില്ലെങ്കിൽ വേറെ ആരാണ് രസിക്കുക? ഞാൻ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലർക്കിന്റെ മകനാണ്. 37 രൂപയും എടുത്തുകൊണ്ടാണ് ഞാൻ ബോംബെയിലേക്ക് വന്നത്. ഇന്ന് ആപ്കി അദാലത്തിലേക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ എന്നെ രസിച്ചുകൂടാ? രസിക്കുന്നതിന് ഇതാണ് ഉദാഹരണം. നല്ല കാര്യമല്ലേ? ചില സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കും. അതായത് 22 വർഷം മുമ്പ് താങ്കൾ ഒരു പടം ഡയറക്റ്റ് ചെയ്തു. അതെ, അത് ഫ്ലോപ്പായി. എവിടുന്ന് എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? നിങ്ങൾ ആള് ഭയങ്കരനാ. നിങ്ങൾ വലിയ ആള് തന്നെ. പിന്നെ താങ്കൾ വീണ്ടും ഡയറക്ടറായി മറ്റൊരു പടം ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഓം ജയ് ജഗദീഷ് ഡയറക്റ്റ് ചെയ്തപ്പോ അത് ഞാൻ എഴുതിയ കഥയായിരുന്നില്ല. ആ കഥ വേറൊരാളുടേതായിരുന്നു. അപ്പൊ ഞാൻ ബിസി ആക്ടറായിരുന്നു. അപ്പോ എനിക്ക് ബാസു ബഗ്നങ്ജി ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. ആ പടത്തിൽ അനിൽ കപൂർ, ഫർദീൻ ഖാൻ ഉണ്ടായിരുന്നു, അഭിഷേക് ബച്ചൻ ഉണ്ടായിരുന്നു, ഓം പുരി, മഹിമ ചൗധരി, അങ്ങനെ ഒരുപാട് നടീനടന്മാരുണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് കഴിയും വിധം അത് വളരെ നന്നായി തന്നെ ഡയറക്റ്റ് ചെയ്തു. ബോക്സ് ഓഫീസിൽ അത് ഓടിയില്ല, പക്ഷെ അത് ടെലിവിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും ഹിറ്റാണ്. പിന്നെ എന്റെ കയ്യിൽ വേറെ കഥകളൊന്നും ഉണ്ടായിരുന്നില്ല. ആസ് എൻ ആക്ടർ എന്റെ ജോലി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കഥ അന്വേഷിക്കുകയായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്തു. 4 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയുള്ള ഒരു കഥ എനിക്ക് കിട്ടി. എൻ്റെ ജ്യേഷ്ഠത്തിയമ്മയുടെ മോളുണ്ട്. അവളുടെ പേര് തൻവി. അവൾ ആർട്ടിസ്റ്റിക് ആണ്. അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ ഗുർഗാവിൽ എൻ്റെ ബ്രദർ രാജുവിന്റെ മോളുടെ കല്യാണത്തിൽ നൃത്തം ചെയ്ത് ആഘോഷിക്കുകയായിരുന്നു. പാടിക്കൊണ്ടിരുന്നു, ഭക്ഷണം കഴിച്ചു, ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ ഈ 13 വയസ്സ് ആർട്ടിസ്റ്റിക് പെണ്ണ് മലയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ചെന്ന്, തൻവി മോൾ എന്താ നോക്കുന്നത്? അവള് തിരിഞ്ഞുപോലും നോക്കാതെ ഞാൻ എന്റെ ലോകം നോക്കുകയാണ്. എനിക്ക് ഷോക്കായിപ്പോയി. ഞാൻ ചിന്തിച്ചത്, ഷീ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. 13 വയസ്സുള്ള പെൺകുട്ടിയുടെ ലോകം എങ്ങനെ ഉണ്ടായിരിക്കും? ബിക്കോസ് ഓഫ് ആർട്ടിസ്റ്റിക്. എനിക്കെന്നെ അത് മനസ്സിലായില്ലെങ്കിൽ അവൾ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അവിടുന്ന് ഒരു വിത്തിട്ടു, തൻവി ദ ഗ്രേറ്റ് എന്ന്. എന്റെ പടം വരാൻ പോകുന്നു 18th ജൂലൈയിൽ. ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ലോകത്തോട് ആ പടത്തിലൂടെ ഒരു നല്ല കാര്യം പറയണം എന്നായിരുന്നു. നമ്മുടെ നാട്ടിൽ ഗുഡ്നസ്, ഐറോണിക്കലി, ഇറ്റ്സ് ഓൺലി ഇൻ ആർട്ടിസ്റ്റിക് പീപ്പിൾ. ആർട്ടിസ്റ്റിക് പീപ്പിളിന് മനസ്സിൽ കള്ളം, കപടമില്ലാത്തവരായിരിക്കും. നല്ലത് മാത്രമേ വിശ്വസിക്കൂ. അതായത് എന്റർടൈൻമെന്റ്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് സിനിമയാക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾ എന്ത് കരുതുന്നു വെച്ചാൽ ഇത് വളരെ ദുഃഖകരമായ സാഡായിട്ടുള്ള ഫിലിമാണ്. അല്ലല്ല, ഇതിൽ 8 പാർട്ടുണ്ട്. 2 ഓസ്കർ വിന്നേഴ്സ് ഉണ്ട്. ഒന്ന് MM കരീബ് സാബ്. അദ്ദേഹമാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തത്. അദ്ദേഹത്തിന് നാട്ടിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് റെക്കോർഡിസ്റ്റ് റസൂൽ പൂക്കിറ്റിജി, സ്ലം ഡോഗിന് അദ്ദേഹത്തിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പടമാണ്. കാരണം എന്നെ അപേക്ഷിച്ചിടത്തോളം തൻവി ആ പടത്തിൽ സുഭാംഗി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അത് സൂപ്പർ പവറാണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നമ്മളെ വ്യത്യസ്തരായിട്ട് കാണും. കാരണം നമ്മളാണ് മാനിപ്പുലേറ്റ് ചെയ്യുക, നമ്മളാണ് മേലെയും താഴെയും നോക്കുക. ഇറ്റ്സ് എ ലൈഫ് വിച്ച് സെലിബ്രേറ്റ്സ് ലൈഫ്. അത് ഒരു പെണ്ണിന്റെ കഥയാണ്. ആർട്ടിസ്റ്റിക് പെണ്ണ് ആർമി കുടുംബത്തിലുള്ളവരാണ്. ഒരു ദിവസം അവൾ അപ്പൂപ്പനോട് പറയുന്നു, എനിക്കും ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന്.
ഇറ്റ്സ് വെരി ഇൻസ്പിറേഷണൽ, ഇറ്റ്സ് വെരി മൂവിങ്. തൻവി ഭയങ്കര കുസൃതിയാണ്, ഷീ ഈസ് വെരി ഹിലാരിയസ്. തൻവി ഇറ്റ്സ് എ ഗ്രേറ്റ് സിംഗർ. ഞങ്ങൾക്ക് അതിന്റെ റെസ്പോൺസ് ലഭിച്ചു. ഞങ്ങൾ ഈ പടം ആദ്യം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തു. സ്റ്റാൻഡിംഗ് ഒവേഷൻ. ലണ്ടൻ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ന്യൂയോർക്ക് സ്റ്റാൻഡിംഗ് ഒവേഷൻ പ്ലസ് മൈ ഫ്രണ്ട്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടർ റോബർട്ട് ഡെനീറോ വന്നിരുന്നു പടം കാണാൻ. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു, ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. 10 മിനിറ്റ് ഇന്റർവെൽ വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതാദ്യം ഇന്ത്യയിൽ എവിടെ സ്ക്രീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ സ്ക്രീൻ ചെയ്തു. 2500 കാഡറ്റ്സ് വന്നിരുന്നു, ആർമിയിൽ പിന്നെ ഓഫീസേഴ്സ് ആകാൻ പോകുന്നവർ. അവരും സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. സദേൺ കമാൻഡ്. ഞങ്ങൾ ആർമി ചീഫിന് ഈ പടം ഇട്ട് കാണിച്ചു. ആർമിയിലെ വലിയ വലിയ ജനറൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എൻലെസ് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു. ഇതൊരു അത്ഭുതകരമായ പടം എന്നുള്ളത് കൊണ്ടല്ല, വളരെ നല്ല പടമാണ്. കാരണം നല്ല കാര്യങ്ങളെ അറിയൂ. നിങ്ങൾക്കുള്ളിലെ നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവരും. കാരണം ഇറ്റ്സ് എ ഫിലിം മെയ്ഡ് ഫ്രം ദ ഹാർട്ട് ഫോർ ദ പീപ്പിൾ ഹൂ ഹാവ് ഹാർട്ട്. ഇഫ് ദ ഫിലിം ഫ്രം ഇന്ത്യ ഫോർ ദ വേൾഡ്. ഇത് റിലീസാകാൻ പോകുന്നു. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ഓഡിയൻസായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പടം വരുന്നില്ല എന്ന് പറയും. അതെ സാർ, ഞാൻ ആ സിനിമ കണ്ടിരുന്നു. അതോടൊപ്പം അത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അത് മാത്രമല്ല നമ്മുടെ പട്ടാളത്തിന്റെ ശക്തിയാണ് അത് കാണിക്കുന്നത്. വളരെ നല്ല സിനിമയാണ്. ഈ സിനിമ എടുക്കാൻ താങ്കൾ ശരിക്കും ബുദ്ധിമുട്ടിയെന്നാണ് ഞാൻ അറിയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓൾ അഗൻസ്റ്റ് ഓഡ്സ്. 50 കോടിയിൽ എടുത്തതാ. മാത്രമല്ല എൻ്റെ ഒരു ഫിനാൻഷ്യർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു 25 കോടി ഞാൻ തരാം, 25 കോടി മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഷൂട്ടിങ്ങിന് 1 മാസത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ ഏർപ്പാടാക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ആളുകൾ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പടം ഇപ്പം എടുത്തില്ലെങ്കിൽ എപ്പോഴും എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, അമേരിക്കയിൽ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ഡൽഹിയിലുണ്ട്, അവിടെ ഇവിടെയൊക്കെ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരോടും ഞാൻ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമോ തരൂ. അതുകൊണ്ട് ഈ പടത്തിന് 9 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, 9 കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൽ എൻ്റെ എല്ലാ ആർട്ടിസ്റ്റും, പ്രധാനപ്പെട്ട 4 ആർട്ടിസ്റ്റുകളുണ്ട്. ജാക്കി ഷറഫ് ജി, ബൊമനി റാണി ജി, പല്ലവി, അരവിന്ദ് സ്വാമി. അവർക്കൊന്നും ഞാൻ കാശ് കൊടുത്തില്ല. നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു അതിൽ ആക്ടർ സുബാംഗി വളരെ മനോഹരമായി ആക്ട് ചെയ്തിട്ടുണ്ട്. അവരെ എങ്ങനെയാണ് താങ്കൾക്ക് ലഭിച്ചത്? അവരെന്റെ ആക്ടിംഗ് സ്കൂളിലുണ്ടായിരുന്നു. ഞാനൊരു പുതിയ ആക്ട്രസിനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. ബിക്കോസ് സാരാംശിൽ ഒരു അടയാളവും ഇല്ലാത്ത പോലെ ജനങ്ങൾ അതൊരു വയസ്സായ ആളുടെ കഥയാണെന്ന് വിചാരിച്ചു. തൻവി ദ ഗ്രേറ്റ് പടത്തിൽ സുബാംഗി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തു. അവള് ക്ലാസ് റൂമിൽ വെച്ചാ സെലക്ട് ചെയ്ത്. കാരണം ഞാൻ മാസ്റ്റർ ക്ലാസ് എടുക്കും. അതിൽ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവർക്കൊരു എക്സസൈസും ഞാൻ നൽകും. അതായത് അമ്മയുടെ വയറ്റിനുള്ളിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാകും, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ. ഞാനത് ഷൂട്ട് ചെയ്യും. ആ സമയത്ത് സുഭാംഗിയുടെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ എനിക്ക് തോന്നി എങ്ങനെ ഇവളിത് ക്യാപ്ചർ ചെയ്തു. അത് പറയുന്നത് അവര് താങ്കളുടെ ആക്ടിംഗ് സ്കൂളിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ആക്ടിംഗ്? തീർച്ചയായും പഠിപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും. ആരെങ്കിലും ഒരാൾ, നിങ്ങൾ വരൂ, നിങ്ങൾ 2 പേരും വരൂ, നിങ്ങളും വരൂ. നിങ്ങൾ ഇതിനു മുൻപ് അഭിനയിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ 2 പേരും വരൂ. എനിക്ക് പുറത്തേക്ക് പോകാമോ? വരൂ സർ, പ്ലീസ്. ആക്ടിംഗ് പഠിപ്പിച്ചു കൊടുക്കാം സാർ. പഠിക്കാത്തവർ എന്തു പറയുന്നു വെച്ചാൽ, ആക്ടിംഗ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ പേരെന്താ? ഗുണ. അതെ സർ. നിങ്ങളുടെ പേര്? അദിതി ഗുണ. അതെ സർ. ഇവരിതുവരെ അഭിനയിച്ചിട്ടില്ല അല്ലേ? നിങ്ങളും അഭിനയിച്ചിട്ടില്ല? ഇല്ല സർ. കണ്ടിട്ടുണ്ടല്ലേ? ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, मेरे पास जितने पैसे थे मैंने तुम्हें दे दिए, अब कुछ नहीं बचा. നിങ്ങളുടെ ഡയലോഗ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. मुझे उससे कोई मतलब नहीं, मुझे पूरे पैसे वापस चाहिए. मुझे उससे कोई मतलब नहीं, मुझे पूरे पैसे चाहिए. നിങ്ങളുടെ ഡയലോഗ് എന്താ? मेरे पास जितने पैसे थे वो. ഇപ്പൊ 2 പേരും സീരിയസ് ആയിരിക്കൂ. കണ്ണടയ്ക്കൂ. സബാഷ്. ഡയലോഗിൽ ദേഷ്യമുണ്ട്. നിങ്ങൾ ദേഷ്യത്തോടെ പറയണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചിരി വരുന്നതെന്ന് വെച്ചാൽ, ചിരി വരുന്നതിനുള്ള കാരണം നിങ്ങൾ നാണിക്കുന്നു എന്നാണ് അർത്ഥം. യു ആർ ഓക്വേർഡ്. ഡോണ്ട് ബി ഓക്വേർഡ്. ആക്ടിംഗ് ക്യാൻ ബി ടോട്ട്. രജിത് സാർ എന്നോട് ചാലഞ്ച് ചെയ്തിരിക്കുക. ഇപ്പൊ എന്റെ മാനം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, ഒരു പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യൂ. ഡയലോഗ് പറയൂ. मेरे पास जितने भी पैसे थे वो तुम्हें दे दिए, अभी मेरे पास कुछ नहीं बचा है.
मुझे कुछ नहीं पता, मुझे मेरे पैसे वापस ശരി, ഇപ്പൊ ചിരിക്കാതെ പറയൂ, സീരിയസ് ആയിട്ട് പറയൂ, ചിരിക്കാതെ പറയൂ. ആൻഡ് ഐ എം സീരിയസ് അബൌട്ട് ഇറ്റ്. വെൻ ഐ എം എ ടീച്ചർ എനിക്ക് ലീനിയന്റ് ആയിരിക്കാൻ പറ്റില്ല. കമോൺ, मेरे पास जितना भी पैसे ചിരിക്കാതെ ഡയലോഗ് പറയൂ. मेरे पास जितना भी पैसे थे तुम्हें दे दिए, अभी कुछ नहीं बचा है मेरे पास। ഇപ്പൊ നീ പറയൂ, मुझे कुछ नहीं पता, मुझे मेरे पैसे वापस ഒരിക്കൽ കൂടി. मेरे पास जितने भी पैसे हैं तुम्हें दे दिए, अब അടുത്തേക്ക് വരൂ. कुछ नहीं बचा है। मुझे कुछ नहीं पता, मुझे मेरे पैसे वापस चाहिए। मेरे पास जितने भी ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതിന് ശേഷം 5 തലമുറയ്ക്ക് ഇവർ ഈ ഡയലോഗ് സംസാരിക്കും. ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം അനുപം ഖേർ ആപ്കി അദാലത്തിൽ എനിക്ക് ഡയലോഗ് പറഞ്ഞു തന്നു എന്ന് പറയും. പലരും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അനുപം ഖേർ സിനിമകളിൽ ചിരിക്കുമ്പോൾ പറയും. വില്ലനായിട്ടുള്ള സമയത്ത് ചിരിക്കുന്ന സ്റ്റൈൽ വേറെ, ഒരു പണക്കാരനെ പോലെ ചിരിക്കുമ്പോൾ ആ ചിരി വേറെ രീതിയിലുണ്ട്. എങ്ങനെയാണ് ഈ ചിരിയുടെ സ്റ്റൈൽ മാറുന്നത്? അതായത് ഇതും ഒരു ലെസൺ ആണോ? ഈ ചിരി വന്ന് വളരെ പ്രയാസമുള്ള കാര്യമാണ് രജിത് സാബ്, വളരെ ഡിഫിക്കൽട്ട്. ഈ ഇമോഷനിൽ കരയുന്നത് എളുപ്പമാണ്, കാരണം നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ട്രാജഡി ഉണ്ടാകും, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അതുകൊണ്ട് കരച്ചിൽ താനെ വരും. ഈ ചിരി എന്ന് പറയുന്നത് ഫിസിക്കലാണ്, കാരണം ചിരി എന്ന് പറയുന്നത് ശ്വാസവുമായി കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഒരു 150-200 പേര് ഇവിടെ കാണും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചിരിക്കാം. രജിത് സാർ, നിങ്ങളുടെ പെർമിഷൻ വേണം. ജഡ്ജ് സാർ, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. We will all breathe. പിന്നെ എന്റെ വിരലിലേക്ക് നോക്കൂ. 2 കാണിച്ച 2 പ്രാവശ്യം ചെയ്യണം. ഹാ ഹാ എന്ന് ചെയ്യണം. ഓക്കെ ആണോ? പിന്നെ ഇങ്ങനെ കാണിച്ച ഹാ ഹാ ഹാ. ഓക്കെ? Breathe in. 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 കാലക്കി. താങ്കൾ ഒരു നല്ല ആർട്ടിസ്റ്റ് മാത്രമല്ല, നല്ലൊരു ടീച്ചറും കൂടിയാണ്. താങ്ക് യു. താങ്ക് യു. സമയം കുറവാണ്. ശരി. പബ്ലിക്കിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിക്കൂ. മോദിജിയെ പറ്റി ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അഭിനയിക്കാൻ തയ്യാറാണോ? അദ്ദേഹത്തെ പോലെ തന്നെ ആക്ടിങ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് കിട്ടിയ തീർച്ചയായിട്ടും ഞാൻ ഭാഗ്യവാനായിരിക്കും. പക്ഷേ ഏത് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തി തയ്യാറായി അതിന് പ്രാധാന്യം നൽകണം. ഓൺ ദ സ്പോട്ട്. കാരണം ഓൺ ദി സ്പോട്ട് ഒരു കാരിക്കൾച്ചർ ആയിരിക്കും. ഞാൻ കാരിക്കൾച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മോഡിജിയുടെ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. മോഡിജി ഇതുവരെ ജീവിതത്തിൽ ഞാൻ ടയേർഡായി കണ്ടിട്ടേയില്ല. അതായത് 11 വർഷമായി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നു, അതിനു മുൻപ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. എത്ര ഫോട്ടോസ് ഉണ്ട്, ഒരു ഫോട്ടോയിൽ പോലും ടയേർഡായി കാണുന്നില്ല. അതെങ്ങനെ? ഒരു ഷോട്ടിൽ പോലും അങ്ങനെ കാണുന്നില്ല. സോ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഞാൻ ആ റോൾ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നന്നായി ചെയ്യും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ എനിക്ക് മാസങ്ങളാകും. ബട്ട് ഐ ലവ് ടു ഡു ദാറ്റ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ റോൾ താങ്കൾ ചെയ്തിരുന്നു. അതെ അതെ, അത് ശരിക്കും കഷ്ടമായ റോളായിരിക്കും അല്ലേ? ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ റോൾ ചെയ്യാൻ ഞാൻ 8 മാസം റിഹേഴ്സൽ ചെയ്തു. പക്ഷെ നമ്മുടെ ജനങ്ങളൊക്കെ വ്യത്യസ്തരാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരു 5 ക്യാരക്ടേഴ്സ് അഭിനയത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു റോൾ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ഞാൻ മൻമോഹൻ സിംഗ് ആയിട്ട് അഭിനയിച്ചത്. അതിന് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ താങ്കൾ മൻമോഹൻ സിംഗിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു, ശബ്ദവും അതുപോലെ തന്നെ. അതെ അതെ, ആ ശബ്ദത്തിന് വേണ്ടി ഞാൻ 5 മാസം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സത്യമാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. യെസ്, തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ എനിക്ക് വരില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്. കാരണം അതൊരു നല്ല ആക്ടിംഗ് എക്സസൈസ് ആണ് അത് ചെയ്യാൻ. അവസാനമായി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, നിങ്ങളുടെ പടം വന്നല്ലോ സാർ, കാശ്മീരി ഫയൽസ്. അതെ, അത് പലരും പറഞ്ഞ അതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന്. പറയൂ. ഇതൊക്കെ വേണമെന്ന് വെച്ച് കുത്തി നിറച്ചതാണെന്ന്. നിങ്ങൾ ഇതിനെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? എന്റെ മനസ്സിലുള്ളത് പറയണമെങ്കിൽ അവരെ പോലെ വൃത്തികെട്ടവരായിട്ട് ആരുമില്ല. അതായത് കാശ്മീരി ഫയൽസിന് പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് പറഞ്ഞവര്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ,
കാശ്മീരി ഫയൽസിൽ കാണിച്ചത് വെറും 10% മാത്രമാണ്. പക്ഷെ നടന്നതും ജനങ്ങൾ അനുഭവിച്ചതും അതിനേക്കാളും കൂടുതലാണ്. ബട്ട് താങ്ക്സ് ടു വിവേക് അഗ്നിഹോത്രി ആൻഡ് പല്ലവി, അവരെ പടമെടുത്തു. ആ പടത്തിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും എന്റെ നന്ദി. 32 വർഷങ്ങളായി മറച്ചു വെക്കപ്പെട്ട ഒരു സംഭവം അത് ലോകത്തിന് മനസ്സിലായി. ഇന്ന് ആപ്കി അദാലത്തിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളത് എപ്പോഴും സംഭവിക്കും. നമ്മൾ ദൈവത്തോട് പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നു, വലിയ വലിയ ആളുകളെയും ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷേ അതായത് അവരെ പോലെ ഫ്രോഡുകൾ ഉള്ളപ്പോൾ നിങ്ങളെപ്പോലെ സത്യസന്ധരുമുണ്ട്. ആ പടത്തിന് നിങ്ങൾ സപ്പോർട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള പ്രേക്ഷകർക്ക്, ഓക്കെ, ഇവിടെയുള്ള ഈ വ്യക്തികൾക്ക് താങ്കളുടെ സിനിമയുടെ മറ്റൊരു സീൻ കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം അത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറാൻ പോവുകയാണ്. പിന്നെ ഇവരൊക്കെ അത് കാണുമ്പോൾ അനുപം ഖേർ എങ്ങനെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. കണ്ടോളൂ. ഇത് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. താങ്കളാലെ ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുമല്ലോ. ഗാന്ധിജിയെ നേരിട്ട് കണ്ട ഒരു ഫീലാണ് എനിക്കിത്. ഇത് വിവേക് അഗ്നിഹോത്രിയുടെ പടം ബംഗാൾ ഫയൽസ് ആണ്. അതിൽ ഞാൻ ഈ റോൾ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ആപ്കി അദാലത്തിലാണ് അത് റിവീലായിരിക്കുന്നത്. എനിക്ക് പല വർഷങ്ങളായിട്ട് ഒരു ആഗ്രഹമുണ്ട്, അതായത് തുടക്കം തൊട്ടേ. ബിക്കോസ് ഗാന്ധിജി എന്നത് ഏതൊരു ആക്ടർക്കാണെങ്കിലും അതൊരു ഡ്രീം റോളാണ്. മാത്രമല്ല ഈ റോളിന് വേണ്ടി ഞാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടിയിരുന്നു. ഞാൻ ഈ പടത്തിൻ്റെ പബ്ലിസിറ്റി നടക്കുമ്പോൾ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പം ഞാനിത് പറയാം. ഞാൻ ഈ റോൾ ചെയ്യാനായി എൻ്റെ വെയിറ്റ് ലൂസ് ചെയ്തത് മാത്രമല്ല, ഞാൻ ഒരു വർഷം ആൾമോസ്റ്റ് ഇനിയുണ്ട്, 9th ഓഗസ്റ്റ് വരെ ഉണ്ട്. ഞാൻ നോൺ വെജിറ്റേറിയൻ നിർത്തി, ഡ്രിങ്ക്സ് എല്ലാം നിർത്തി. ഞാനത് മൊത്തത്തിലും ഉൾക്കൊള്ളണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി എനിക്കതിഷ്ടമായിരുന്നു. എല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സിനിമയുടെ ഡീറ്റെയിലിനെ കുറിച്ച് നമുക്ക് മറ്റൊരു പ്രാവശ്യം സംസാരിക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സച്ചിദാനന്ദ് ജോഷിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഫിലിം സ്റ്റാർ അനുപം ഖേറിനോടാണ്. അദ്ദേഹത്തോട് നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ബോഡി ബിൽഡിങ്ങിനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പഴയ സിനിമകളെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളെക്കുറിച്ചും വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സച്ചിദാനന്ദ് ജോഷിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ഇന്ന് എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം എനിക്കൊരു കവിത ഓർമ്മയിൽ വരുന്നു. പറയൂ. असफलता का विलोम ही तो है सफलता, കൊള്ളാം. अंधकार भरे आकाश में जैसे कोई तारा चमकता, इसलिए डटे रहना तब भी जब लगे जोरदार आघात, विपरीत परिस्थितियों से निकलकर देनी है शत्रु को मात, झंझावातों से निकलकर करनी है सर्वश्रेष्ठ रचना, इसलिए करना चाहे जो भी लेकिन मैदान मत छोड़ना. മനോഹരം. അനുപം സാർ, നിങ്ങൾ ഒരു നല്ല നടനാണ്, എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, നിങ്ങൾ ഒരു നല്ല മനുഷ്യനും കൂടിയാണ്. മാത്രമല്ല, നിങ്ങൾ സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിയാണ്. നിങ്ങൾ മനുഷ്യവർഗത്തിന്റെ രക്ഷകനാണ്. നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യവർഗ രക്ഷകനാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ, ഗ്രാമങ്ങളിൽ, നഗരങ്ങളിലുള്ള ലക്ഷക്കണക്കായ യുവാക്കളുടെ വിശ്വാസ ചിഹ്നമാണ്. നിങ്ങൾ അവരുടെ വഴി കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ അവരുടെ യാത്രയ്ക്കുള്ള പാതകൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മേലുള്ള പ്രതീക്ഷകൾ കൂടുന്നു. അതൊരിക്കലും കുറയില്ല. സാരാംസിൽ നിന്നും തൻവി ദ ഗ്രേറ്റ് വരെയുള്ള നിങ്ങളുടെ യാത്ര ജസ്റ്റ് അനുപം ഖേറിന്റെ യാത്ര മാത്രമല്ല, ഇന്ത്യയിലുള്ള കോടിക്കണക്കായ യുവാക്കളുടെ യാത്രയും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ഉപദേശം നൽകാം. കാരണം നിങ്ങളെ അപേക്ഷിച്ച് ആകാശം only sky is the limit. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ तू ആഗ്രഹിക്കുന്നത്. जिंदा है तो जिंदगी की जीत पे यकीन कर, अगर कहीं हो स्वर्ग तो उतार ला जमीन पर. वाह, ഞാൻ ഈ ബുക്ക് പ്രസന്റ് ചെയ്തോട്ടെ. തീർച്ചയായും. ഈ ബുക്ക് എന്താണെന്ന് വെച്ചാ ഡിഫറെന്റ് ബട്ട് നോ ലെസ്. ഇത് എ ഹൗസ് പബ്ലിക്കേഷനിൽ പ്രിന്റ് ആയിരിക്കാണ്. ഇത് ആമസോൺ പോലെ എല്ലാ ഓൺലൈനിലും ബുക്ക് ഷോപ്പുകളിലും കിട്ടും.
ഇതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററുകൾ ഞാൻ തരാം. ആർമി ചീഫിന് ഒന്ന് നൽകി, ഇത് ഞാൻ നിങ്ങൾക്കും നൽകുന്നു. നിങ്ങളും താങ്ക് യു സർ.